വാഷ് ബേസിൻ്റെ ഹാളിൽ തന്നെയുണ്ട്. അപ്പോൾ കൈ കഴുകുമ്പോൾ ഇയാൾ വന്നിട്ട് എന്നെ പിന്നെന്ന് ഗ്രാബ് ചെയ്ത് പിടിച്ചപ്പോൾ ഞാൻ വിട് കണ്ടിട്ട് വിട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടില്ല. ഇയാൾ പിടിച്ച് വലിച്ച് എന്നെ ബെഡ്റൂമിൽ കൊണ്ടുപോയി ഇയാൾ ഫോഴ്സ്ഫുള്ളി എന്നെ റേപ്പ് ചെയ്തു. ഇയാൾ നല്ല ഹൈറ്റും വെയിറ്റും ഉണ്ട്. എനിക്ക് എതിർത്ത് നിൽക്കാനുള്ള ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. റാക്കൻ സുബ്രഹ്മണ്യൻ എന്നാണ് ആളുടെ പേര്. ശരീരം മാത്രം വെറും യൂസ് ചെയ്ത് ത്രോ ചെയ്യായിരുന്നു. ആണ് എന്റെ ഗതികേടോട്ട് സഹിച്ചത്. ഞാൻ ഇന്നും ഈ കല്യാണം മുടങ്ങിയതോ റാക്കിൻ തന്നോട് ഇങ്ങനെ ചെയ്തതോ ഒന്നും എന്റെ റിലേറ്റീവ്സിനോ നാട്ടുകാർക്കോ അറിയില്ല, ആർക്കും അറിയില്ല. ഞാൻ അത് എങ്ങനെ ഒരാളുടെ അടുത്ത് പറയുന്നു എനിക്കറിയില്ല. എന്റെ മക്കളെ ഭാവി എന്താവും എനിക്കറിയില്ല, എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇയാളുടെ അച്ഛനമ്മേനെ പോയി കണ്ടു, ചേച്ചിയോട് സംസാരിച്ചു, പക്ഷെ ആരും മനസ്സിലാക്കിയില്ല. ഇയാൾക്ക് നിങ്ങളുടെ ശരീരം മാത്രമായിരുന്നു താല്പര്യം? അത് മാത്രമായിരുന്നു താല്പര്യം. അയാൾ എന്റെ വീട്ടിൽ വന്ന് കല്യാണം ഫിക്സ് ചെയ്ത് എന്റെ അച്ഛനമ്മേനോടും ഓഗസ്റ്റിൽ കല്യാണം നടത്താം എന്ന് വാക്ക് തന്നിട്ട് എന്റെ മക്കളുടെ പഠനാവശ്യത്തിന് എന്നെ ഇവിടെ എത്തിച്ചതാണ്. എന്നിട്ട് എന്നെ ഈ കുടീൻ്റെ അകത്ത് ഇട്ടിട്ട് ഞാൻ പിന്നെ അവിടുന്ന് എനിക്ക് എണീക്കാൻ പറ്റിയില്ല. അയാൾ സെക്കൻഡ് അബോർഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പ്രോബ്ലംസ് ആയിരുന്നു. ബ്ലീഡിങ് സ്റ്റോപ്പ് ആവുന്നുണ്ടായിട്ടില്ല. മെന്റലി ഞാൻ ഇതായിപ്പോയി. അങ്ങനെ എനിക്ക് എന്റെ ജോലി വിടേണ്ടി വന്നു. എന്തിന് പോലീസ് എന്തിനൊരു മാതൃകയായിട്ട് കാണിച്ചു കൊടുക്കും? ഞാൻ കാര്യം ചോദിക്കട്ടെ, എന്ത് എന്നോട് ചെയ്തു? ഇപ്പം ഇയാളെ പോലുള്ള വേറെ ആൾക്കാർ അവർക്ക് ഒരു മനസ്സിലാക്കി കൊടുക്കലല്ലേ, പൈസ ഇറക്കി സുപ്രീം കോടതി വരെ എത്തിക്കഴിഞ്ഞാൽ ഫ്രീ ആണ്. അപ്പൊ ഇനിയും ഇതുപോലുള്ള ആൾക്കാർ പെടുവല്ലേ ചെയ്യാം. ഒരു രണ്ടാമതൊരു ലൈഫിനെ കുറിച്ച് തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊരു ലേഡീന്റെ മനസ്സിലുണ്ടാവുന്നത് എത്ര റോളർ കോസ്റ്റർ ചെയ്തിട്ടായിരിക്കും നമ്മൾ അങ്ങനെ ഒരു ഡിസിഷനിൽ എത്തുന്നുണ്ടാവും. നിർബന്ധിച്ച് ഡ്രിങ്ക്സ് കഴിപ്പിക്കുമായിരുന്നു, സ്മോക്ക് ചെയ്യിപ്പിക്കുമായിരുന്നു. അത് കൂടാണ്ട് കഞ്ചാവ് വലിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എന്നെ ഫോഴ്സ് ചെയ്തിട്ടുണ്ട്, ശാരീരിക ഉപദ്രവം ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ അയാൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, പോലീസ് ഇയാളെ തൊടില്ല, പോലീസ് ഇയാളുടെ പൈസയുടെ മുന്നിൽ പാലാട്ടി നിൽക്കും. ഇപ്പം മാഹിൻ എന്ന് പറയുന്ന പോലീസുകാരനും എന്നോട് പറഞ്ഞത് എന്താണ്, മാഡം അയാൾക്ക് ഒരുപാട് ഹോൾഡ് ഉണ്ട്. മാഹിൻ എന്നോട് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, പണമുള്ളവൻ സുപ്രീം കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ അവന് ജാമ്യം കിട്ടും. അതാണ് ഇവിടുത്തെ നീതിപീഠം. എന്നെ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി രാക്കിന്ന് ഒരുപാട് പ്രേരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. തവണ റേപ്പ് ചെയ്തപ്പോൾ തന്നെ ഞാൻ കരുതിയത് ഇനി എൻ്റെ മുന്നിൽ എന്താ വഴിയെന്നാണ്. എബോർഷനും കൂടി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താ ചെയ്യുക? കഴുത്തിൽ താലി കെട്ടിയില്ല എന്നേ ഉള്ളൂ. നിങ്ങൾ എനിക്ക് എൻ്റെ ഭർത്താവ് തന്നെയാണ്. എൻ്റെ മക്കൾക്ക് നല്ലത് കാണിച്ചു കൊടുക്കണ്ടേ? ഇങ്ങനെ ഒരു അബദ്ധം എന്റെ കയ്യിൽ നിന്ന് പറ്റിപ്പോയല്ലോ. ഇപ്പൊ ഞാൻ നിൽക്കുന്ന അവസ്ഥ പണ്ടേ പേടിച്ചിട്ടാണ് ഞാനിത് സഹിച്ചിട്ട് മുന്നോട്ടേക്ക് പോയത്. പോലീസിൽ നിന്നും നീതിപീഠത്തിൽ നിന്നും നിങ്ങൾക്ക് വേണ്ട അർഹിച്ച ഒരു നീതി ലഭിച്ചില്ല എന്ന് തോന്നുന്നുണ്ട്. എന്താ അതിന് കാരണം? സെഷൻസ് ഹൈക്കോടതിയിൽ നിന്നും ആളുടെ ബെയില് റിജക്റ്റ് ആയ ശേഷം പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തിട്ടേ ഇല്ല. അയാൾക്ക് സുപ്രീം കോടതി വരെ പോകാനുള്ള സാഹചര്യം പോലീസ് ഒരുക്കി കൊടുക്കുകയായിരുന്നു. അതുകൂടാതെ തന്നെ വളരെ മോശമായ രീതിയിലാണ് എനിക്ക് പോലീസിൽ നിന്ന് അനുഭവം ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾക്ക് വിവാഹ വാഗ്ദാനം നൽകി റേപ്പ് ചെയ്തു എന്ന് പറയുന്ന ആ വ്യക്തി ആരാണ്? റാക്കൻ സുബ്രഹ്മണ്യൻ എന്നാണ് ആളുടെ പേര്. ആള് ബേസിക്കലി തൃശ്ശൂറാണ്. തൃശ്ശൂർ ഒള്ളൂർ ആണ് ആളുടെ സ്ഥലം. ആള് താമസിക്കുന്നത് ഇവിടെ കൊച്ചിയിലാണ്. എന്നെ പരിചയപ്പെടുമ്പോൾ കൊച്ചിയിൽ ഇടപ്പള്ളിയിൽ ആബാദ് ഒയാസിസ് എന്ന ഫ്ലാറ്റിൽ 2C ഫ്ലാറ്റിലാണ് ആൾ താമസിച്ചുകൊണ്ടുണ്ടായത്. ആളിവിടെ കൊച്ചിയിലൊരു മേക്കർ മൈൻഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനം നടത്തി വരികയാണ്. കടവന്തറയാണ് അത്. അതിൻ്റെ ഇപ്പോഴത്തെ പേര് എഡുഷാക്സ് അക്കാഡമി എന്നാണ്. എത്ര വയസ്സുണ്ട്? 49 വയസ്സുണ്ട്. ഇപ്പം 50 വയസ്സുണ്ട്. നിങ്ങൾ എങ്ങനെ എപ്പോഴാണ് ഇയാളെ പരിചയപ്പെടുന്നത്? എങ്ങനെയാ? മാട്രിമോണി സൈറ്റിലെ കൂടെയാണ്, ഒരു ഷാദി.com എന്ന മാട്രിമോണി സൈറ്റിലെ കൂടെയാണ് പരിചയപ്പെടുന്നത്. അയാൾ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തു, ഞാനും കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തു. അങ്ങനെ സംസാരിച്ചു. എന്നിട്ട് ഓക്കെ ആണെന്ന് കണ്ടപ്പോൾ ഇയാൾ വന്ന് എൻ്റെ വീട്ടിൽ വന്നു, എൻ്റെ ഫാമിലീനെ കണ്ടു, എൻ്റെ അച്ഛനോട് സംസാരിച്ചു, കല്യാണത്തിന് തയ്യാറാണെന്ന് പറഞ്ഞു. 3 മാസത്തിനുള്ള കല്യാണം, ഓഗസ്റ്റിൽ കല്യാണം നടത്താമെന്ന് പറഞ്ഞു. എന്നിട്ടാണ് എന്നെ 2023 കാണുന്നത്. നിങ്ങൾ തമ്മിലപ്പം എന്താണ് അതിനു മുമ്പേ നമ്പറൊക്കെ വാങ്ങി ചാറ്റിംഗ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു? ഏപ്രിൽ 29 ഞങ്ങൾ പരിചയപ്പെട്ടത്. അതുമുതലേ തന്നെ ഞങ്ങൾ ഫോണിലെ കൂടെ ചാറ്റിങ്ങും സംസാരവും ഉണ്ട്. അങ്ങനെ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയ ശേഷമാണ് ആദ്യം നമ്മൾ ഒരു ബോണ്ടിങ് ഉണ്ടോ നോക്കണമല്ലോ. അത് നോക്കിയ ശേഷം രണ്ടാളും ഓക്കെ ആണെന്ന് കണ്ട ശേഷമാണ് ഇയാൾ എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മേനെ അതിനെക്കാട്ടും മുന്നേ അച്ഛനും അമ്മേൻ്റെ അടുത്തും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ടാണ് നേരിട്ട് അച്ഛനും അമ്മേനെയും കാണാൻ വേണ്ടി വരുന്നത്.
അപ്പോൾ വീട്ടിൽ വരുമ്പോൾ ഇയാളുടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, ഒറ്റക്കാ വന്നത്. വന്നപ്പം പറഞ്ഞത് എന്താണെന്ന് ഒറ്റയ്ക്കാ വന്നത്? ആൾ ഒറ്റയ്ക്കാ വന്നത്. പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ സ്ട്രോക്ക് വന്ന ആളാണ്, അച്ഛന് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് കൂടാതെ ഈ 49 വയസ്സുള്ള എനിക്ക് കല്യാണാലോചിക്കാൻ വേറെ ആരാ വരേണ്ടത് എന്നാണ് അച്ഛനോട് പറഞ്ഞത്. അതിൻ്റെ അകത്തൊരു തെറ്റ് തോന്നിയില്ല അന്ന്. ഇയാൾക്ക് മക്കളൊക്കെ ഉണ്ടോ? ഇയാൾക്ക് 2 കുട്ടികളാണ്. മകൻ ബാംഗ്ലൂരിൽ പഠിക്കുകയാണ്, ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മോള് ഇവിടെ കൊച്ചിയിൽ തന്നെ ഒരു ഇൻ്റർനാഷണൽ സ്കൂളിൽ ഇപ്പം 11th പഠിക്കുകയാണ്. തുടക്കം മുതലേ ഉള്ള ഇയാളുടെ നിങ്ങൾ ചാറ്റിങ്ങിലും അല്ലാതെയൊക്കെ സംസാരിക്കാറുണ്ടല്ലോ, അപ്പോഴേ മനസ്സിലായില്ലേ ഇയാളൊരു വൃത്തികെട്ടവനാണ്? ഇല്ല, അന്നേരം എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇയാൾ എന്നെ മുന്നിൽ പോർട്രേ ചെയ്തത് വളരെ ഒരു ജെന്യൂനായിട്ട് ഉള്ള ഒരാളായിട്ടാണ്. അത് ഈ ഫസ്റ്റ് അബോർഷൻ കഴിയുന്നത് വരെ എനിക്ക് അങ്ങനെ തന്നെ ആയിരുന്നു. അതിന് ശേഷമാണ് ഇയാളെന്നെ ഇട്ടിട്ട് പോവും എന്നുള്ളത് എനിക്ക് ആ ഒരു ഭയം എൻ്റെ മൈൻഡിൽ കയറി വന്നത് അതിന് ശേഷമാണ്. ഞാൻ എന്ത് ഭയന്നു അത് തന്നെ സംഭവിച്ചു. നിങ്ങളിവിടെ എറണാകുളം വന്ന് താമസിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ, അത് എത്ര വർഷം ഇവിടെ ഉണ്ടായിരുന്നു? 2 വർഷം. 2 വർഷം ഇവിടെ ഉണ്ടായിരുന്നു? കംപ്ലീറ്റ് ആയിട്ടില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും, വരും പോവും ചെയ്യും. ഞാൻ വീക്കെൻഡ്സ് വരും, കാരണം ഞാനും ജോലി ചെയ്യുന്നതാണ്. ട്രെയിനിങ്ങിനായിട്ട് എറണാകുളം വന്നു എന്നല്ലേ പറയുന്നത്? അല്ല, ട്രെയിനിങ് ആണെന്നാണ് എൻ്റെ വീട്ടിൽ പറയാൻ ഇയാൾ പറയാ. എന്നിട്ട് ഞാൻ എന്നെ കൊണ്ട് ഇവിടെ വരുത്തിപ്പിക്കും. അപ്പോൾ നിങ്ങൾ ഒരു മാസമൊക്കെ കണ്ടിന്യൂസ്ലി നിൽക്കും? ഇല്ല, ഫ്രീക്വന്റ്ലി. അങ്ങനെയല്ല. ഞാൻ ഒരു മാസത്തിൽ ഒരു 2 തവണ അല്ലെങ്കിൽ ചില മാസം 1 തവണ, പക്ഷെ വരുമ്പോൾ 2 ദിവസം താമസിക്കും. ചില സമയത്ത് 1 ദിവസം താമസിക്കും. ഇയാളുടെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. വേറെ എവിടെയും താമസിച്ചിട്ടില്ല. ഇയാളുടെ ഫ്ലാറ്റിൽ മാത്രമേ ഞാൻ താമസിച്ചിട്ടുള്ളൂ. ഇയാളുടെ മകളൊന്നും അവിടെ ഉണ്ടാവാറില്ല? ഇല്ല. പക്ഷെ കുട്ടികൾ ആദ്യം എന്നോട് സംസാരിക്കുന്ന സമയം മുതൽ ഈ വീഡിയോ കോളൊക്കെ ചെയ്യാറുണ്ടല്ലോ, അപ്പം അങ്ങനെ ഞാൻ ആ കുട്ടികൾ ആ ഫ്ലാറ്റിലുള്ളത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അന്ന് മോള് ഫ്ലാറ്റിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചതും അവിടെ പോയതും. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു സംഭവത്തിന് ഞാൻ നിൽക്കില്ലായിരുന്നു, ഞാൻ പോവില്ലായിരുന്നു, ഞാൻ പെട്ടു പോവില്ലായിരുന്നു. അന്ന് അവിടെ തന്നെ കഴിഞ്ഞു ആ സംഭവത്തിന് ശേഷം? അന്ന് ഇല്ല, ഞാൻ അന്ന് വൈകിട്ടത്തെ ട്രെയിനിന് തിരിച്ചു വന്നു. കാരണം അന്ന് അച്ഛനും അമ്മേൻ്റെ അടുത്ത് ഇയാളുടെ അടുത്ത് വരുന്നത് പറഞ്ഞിട്ട് ഇയാളുടെ അടുത്ത് വരണം, ഇയാളുടെ അടുത്ത് വിടണം, ഞങ്ങൾ ഒരുമിച്ച് പോയിട്ട് ആ ക്യാമ്പസ് നോക്കാം എന്ന് പറഞ്ഞിട്ട് അച്ഛനും അമ്മേൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണല്ലോ എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് പിന്നെ അന്ന് വൈകുന്നേരത്തെ ട്രെയിനിന് തന്നെ ഞാൻ തിരിച്ചു വന്നു. ജൂൺ 6 തോന്നുന്നല്ലേ 2023? അന്ന് എന്തായിരുന്നു, അന്ന് എന്ത് പറഞ്ഞിട്ടാണ് ഈ കൊച്ചിയിലെ ഫ്ലാറ്റിലേക്ക് ഇയാൾ കൂട്ടിക്കൊണ്ടുപോകുന്നത്? അതായത് ഞാനൊരു ഡിവോഴ്സിയാണ്. ഞാൻ 2004 കല്യാണം കഴിഞ്ഞു, 2007 സെപ്പറേറ്റായി, 2013 ലീഗലി ഡിവോഴ്സ്ഡായി. ഞാൻ 2023 ഞാനൊരു ഷാദി.com എന്ന മാട്രിമോണി സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നത്. അവിടെ ആ സൈറ്റിൽ വെച്ചിട്ട് 2023 ഏപ്രിൽ 29 ഞങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്നത് റിക്വസ്റ്റ്. അന്ന് മുതൽ ഞങ്ങൾ ചാറ്റ് ചെയ്ത് തുടങ്ങി. ഒരു മാസം ഞങ്ങൾ ചാറ്റ് ചെയ്തു, 2 പേർക്കും ഓക്കെ ആണെന്ന് തോന്നി. മെയ് 2023 മെയ് അവസാനം ഈ പറയുന്ന റാക്കിൻ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ആൾ എൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ അച്ഛനും അമ്മേൻ്റെ അടുത്ത് എന്നെ കല്യാണം ആലോചിച്ചു, കല്യാണം കഴിക്കാൻ സമ്മതമാണെന്ന് പറഞ്ഞു. 3 മാസത്തെ സമയം വേണം, ഓഗസ്റ്റിൽ കല്യാണം നടത്താമെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് എൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യത്തിനായി എന്നോട് കൊച്ചിയിലോട്ടേക്ക് വരാൻ എൻ്റെ അച്ഛനോ അമ്മയുടെ പെർമിഷനോട് കൂടിയിട്ട്. അതായത് നിങ്ങൾ ഷാദി.com രജിസ്റ്റർ ചെയ്തു, അതുവഴി പരിചയപ്പെടുന്നു, ഇയാൾ വീട്ടിലേക്ക് വരുന്നു, കല്യാണം ആലോചിക്കുന്നു. അപ്പം അന്നേരം പറയുന്നത് വിവാഹം കഴിക്കാന്നാണ് പറയുന്നത്? കാരണം ഞങ്ങൾ 1 മാസമായിട്ട് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ആ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ എൻ്റെ അച്ഛൻ്റെ അടുത്തും അമ്മേൻ്റെ അടുത്തും ഒക്കെ ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. എന്നിട്ടാണ് ഇയാൾ നേരിട്ട് എൻ്റെ അച്ഛനും അമ്മേനെയും കാണാൻ വേണ്ടി വരുന്നത്. വന്നിട്ട് അച്ഛനോടും അമ്മേനോടും പറഞ്ഞു, എനിക്ക് കല്യാണത്തിന് സമ്മതമാണ്, എനിക്ക് ഇവളോട് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്, എനിക്കൊരു 3 മാസത്തെ സമയം വേണം. കാരണം ഇയാൾ ഈ മെയ്യിൽ ഞാൻ ഏപ്രിലിൽ പരിചയപ്പെടുമ്പോൾ മെയ് സ്റ്റാർട്ടിങ്ങിലായിരുന്നു ഇയാളുടെ ബിസിനസ്സിൻ്റെ ഒരു പുതിയ ബിസിനസ്, ഒരു എഡ്യൂക്കേഷണൽ സ്റ്റാർട്ടപ്പാണ് മേക്കർ മൈൻഡ്സ് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഇനോഗ്രേഷൻ ആ മെയ് ആദ്യത്തെ ആഴ്ചയായിരുന്നു. അപ്പം അച്ഛൻ്റെ അടുത്തും അമ്മേൻ്റെ അടുത്തും അത് തന്നെയാണ് പറഞ്ഞത്, ബിസിനസ്സിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്, അപ്പോൾ അതിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്, ആ ഒരു ടൈം ഗ്യാപ്പ് എനിക്ക് വേണം, അത് കഴിഞ്ഞിട്ട് ഞാൻ ഓഗസ്റ്റിൽ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞു. ആ സ്ഥാപനം ഇപ്പോൾ പേര് മാറി എഡുഷാക്സ് അക്കാഡമി ആയി, കടവന്തറയിലാണ്. അല്ല, എന്നിട്ട് നിങ്ങളെ ഇപ്പോൾ ഇയാൾ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ, അതായത് നിങ്ങൾ ഇയാളെ കാണാൻ വേണ്ടിയിട്ട് കൊച്ചിയിലേക്ക് വരുമ്പോൾ
ഈ അച്ഛനും അമ്മയും ഒന്നും പറഞ്ഞില്ലേ? അച്ഛൻ്റെയും അമ്മേൻ്റെയും പെർമിഷൻ എടുത്തിട്ടാണ് ഇയാൾ എന്നെ കൂട്ടിക്കൊണ്ടുവരുന്നത്. എൻ്റെ മക്കളെ ഞാൻ പാലയിൽ ചേർക്കാനിരിക്കുകയായിരുന്നു. 2 മക്കളാണ്? 2 മക്കളാണ്. +2 കഴിഞ്ഞു. അവരെ പാലയിൽ ചേർക്കാനിരിക്കുക, എൻട്രൻസിന് വേണ്ടി പാലയിൽ ചേർക്കാനിരിക്കുന്ന കാര്യമൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടല്ലോ. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാലയിൽ എന്തിനാണ് ചേർക്കുന്നത്, എറണാകുളത്ത് ചേർത്തൂടെ, അതേ സ്ഥാപനം എറണാകുളത്തുണ്ട്, അപ്പം എറണാകുളത്ത് ചേർക്കാം എന്ന്. അപ്പോൾ അത് തന്നെ എൻ്റെ അച്ഛനോടും പറഞ്ഞു. അതായത് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവളും ഞാനും കൊച്ചിയിലാണ് ഉണ്ടാവുക, പിന്നെ എന്തിനാണ് കുട്ടികളെ കൊണ്ടുപോയി പാലയിലിടുന്നത്? അതിനെക്കാട്ടും നല്ലത് കൊച്ചിയിലെ ക്യാമ്പസ് ഒന്ന് കാണട്ടെ, ഇവള് വരട്ടെ, ഞങ്ങൾ പോയി അന്വേഷിക്കാം, അത് നല്ലതല്ലേ, അല്ല ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പാലയിലോട്ടേക്ക് ചേർത്തോളൂ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അച്ഛനും അമ്മയുടെ പെർമിഷൻ എടുത്തിട്ടാണ് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത്. ഒറ്റയ്ക്ക് പോകുന്നു? ഞാൻ ഒറ്റയ്ക്ക് പോകുന്നു. അന്ന് എന്താണ് സംഭവിച്ചത് അവിടെ? ജൂൺ 6-ാം തീയതി 2023. ജൂൺ 6-ാം തീയതി 2023 ഞാൻ ആളുടെ ഓഫീസിലോട്ടേക്കാണ് പോകുന്നത്. ഓഫീസിൽ പോയി, അപ്പം അവിടെ അയാളുടെ പാർട്ട്ണറും ഉണ്ടായിരുന്നു. പക്ഷേ പാർട്ട്ണറെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ഒന്നും ചെയ്തൊന്നും തന്നില്ല. എന്നെ ക്യാബിനിൽ കൊണ്ടുപോയി ഒരിച്ചിരി ജോലി ബാക്കിയുണ്ട് പറഞ്ഞു. അതെന്തോ വേഗം സിസ്റ്റത്തിൽ അതൊക്കെ ചെയ്തു. എന്നിട്ട് എന്നെയും കൂട്ടി എന്നോട് പറഞ്ഞു, നമുക്ക് ലഞ്ച് കഴിച്ചിട്ട് അവിടെ പോകാമെന്ന് പറഞ്ഞു. ആ സ്ഥാപനത്തിൽ അന്വേഷിക്കാൻ പോകാമെന്ന്. ലഞ്ച് കഴിക്കാൻ പോയി. ലഞ്ച് കഴിയുമ്പോഴേക്കും ഇയാളുടെ ഫോൺ റിങ് ചെയ്തു. ആളുടെ മോളായിരുന്നു. അപ്പോൾ ഞാൻ കൈ കഴുകാൻ പോയി. കൈ കഴുകി തിരിച്ചു വന്നപ്പോൾ എന്നോട് പറഞ്ഞു, മോള് ഫ്ലാറ്റിലുണ്ട്, പിന്നെ നമുക്കൊന്ന് അവിടെ വരെ പോവാം, എന്നിട്ട് അതിന് ശേഷം അവിടെ പോകാം. പിന്നെ അതുമല്ല, കല്യാണം കഴിഞ്ഞാൽ നീ താമസിക്കാൻ പോകുന്ന ഫ്ലാറ്റൊന്നും എനിക്കൊന്ന് കണ്ടൂടെ എന്ന് പറഞ്ഞിട്ട് അവൻ ഓക്കെ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെയും കൂട്ടിയിട്ട് അവിടെ പോയി. ഫ്ലാറ്റിലെത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവിടെ മോളുണ്ടായിരുന്നില്ല, ആരും ഉണ്ടായിരുന്നില്ല ഉള്ളത്. ഫ്ലാറ്റിൽ മകളുണ്ട്, മകളെയും കൂടി കാണാം എന്ന് പറഞ്ഞിട്ടാണ് ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകുന്നത്. വൈകുന്നേരമായിരുന്നോ? അല്ല, ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ച ഉടനെ തന്നെ. അതിനുശേഷം എനിക്ക് എന്ത് പറയണം, എന്ത് ചെയ്യണം എന്നറിയില്ലായിരുന്നു. മോളില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മോളുണ്ട് പറഞ്ഞിട്ട് അല്ലേ. അപ്പം ഒരു കള്ളച്ചിരി ചിരിച്ചു. ഞാൻ വേഗം അവിടെ എണീറ്റു. ഞാൻ കൈ കഴുകി അവിടെ പോയിട്ട്. വാഷ് ബേസിൻ ഹാളിൽ തന്നെയുണ്ട്. അപ്പോൾ കൈ കഴുകുമ്പോൾ ഇയാൾ വന്നിട്ട് എന്നെ പിന്നെന്ന് ഗ്രാബ് ചെയ്ത് പിടിച്ചപ്പോൾ ഞാൻ വിട് കണ്ടിട്ട് വിട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടില്ല. ഇയാൾ പിടിച്ച് വലിച്ച് എന്നെ ബെഡ്റൂമിൽ കൊണ്ടുപോയി. ഇയാൾ ഫോഴ്സ്ഫുള്ളി എന്നെ റേപ്പ് ചെയ്തു. ഞാൻ കരഞ്ഞു ഒരുപാട്. കാരണം എനിക്ക് എന്ത് ചെയ്യണമെന്ന് ആ ഒരു അവസ്ഥയിൽ അറിയണ്ടായിട്ടില്ല. പക്ഷെ ഞങ്ങൾ ചാറ്റ് ചെയ്യുന്ന സമയത്തെ ഇയാൾ ഒരു സംശയം എപ്പോഴും ഉന്നയിച്ചുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു ലോങ് ഗ്യാപ്പാണ്. ഞാൻ 2007 സെപ്പറേറ്റ് ആയ പേഴ്സണാണ്. ഇപ്പം 2023 എനിക്കൊരു 15 വർഷത്തെ ലോങ് ഗ്യാപ്പാണ്. അപ്പോൾ നിൻ്റെ ഫിസിക്കൽ കമ്പാറ്റബിലിറ്റീനെ കുറിച്ചിട്ട് എനിക്ക് സംശയമുണ്ട് എന്നെപ്പോഴും പറയായിരുന്നു. അപ്പം ഞാൻ കരയാൻ തുടങ്ങിയപ്പോൾ ഇയാൾ എന്നോട് പറഞ്ഞു, എടൂ താൻ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ, നമ്മൾ തമ്മിലുള്ള ഫിസിക്കൽ കമ്പാറ്റബിലിറ്റി നോക്കിയതല്ലേ. ഞാൻ റോഡ് സൈഡിലെ തെണ്ടിയൊന്നുമല്ല, ഞാൻ നല്ല കുടുംബത്തിൽ പിറന്നതാ, ഞാൻ തന്നെ ഇട്ടിട്ട് പോകുന്നില്ല. നിങ്ങളിപ്പോൾ എങ്ങനെയാ റിയാക്ട് ചെയ്തത്? ഞാൻ കരയായിരുന്നു ചെയ്യണ്ടായി. എനിക്ക് എന്താ ചെയ്യണ്ടേ അറിയില്ല. ഞാൻ എന്താ പറയുക, ഇങ്ങനൊരു സംഭവം ഞാൻ വിചാരിച്ചതേ ഇല്ല. അല്ല, അവിടെ മകളില്ല എന്ന് പറയുമ്പോൾ തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വരായിരുന്നില്ലേ? ഞാൻ പറഞ്ഞു, അതായത് ഒരു കല്യാണം ആലോചിച്ച് വന്ന ഒരാളാണ് ഇയാൾ, ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കും, ഈ ഇത്രയും ക്രൂരമായിട്ടൊരു സ്റ്റെപ്പ് എടുക്കുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ അത്രയും റിക്വസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, ഇയാൾ ഗ്രാബ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഞാൻ പറഞ്ഞു, വിട് ചെയ്യല്ലേ. പക്ഷെ ഇയാൾ നല്ല ഹൈറ്റും വെയിറ്റും ഉണ്ട്. എനിക്ക് എതിർത്ത് നിൽക്കാനുള്ള ഇതുണ്ട്, ശേഷി ഉണ്ടായിരുന്നില്ല. അതിനുശേഷം എങ്ങനെയാണ് നിങ്ങൾ അവിടുന്ന്? അതിനുശേഷം എന്നോട് പറഞ്ഞു, ഞാൻ കരയാൻ തുടങ്ങിയപ്പം ഇയാൾ എന്നെ നല്ലോണം കൺസോൾ ചെയ്യാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞു, താൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ എന്തായാലും തന്നെ കല്യാണം കഴിക്കും, ഇത് ഫിസിക്കൽ കമ്പാറ്റബിലിറ്റി നോക്കിയതാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. എന്നിട്ട് എന്നെ മനസ്സിലാക്കി തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ആകെ 3 മാസമേ കല്യാണത്തിനുള്ളൂ. ഈ 3 മാസത്തിൽ നമ്മൾ നല്ല രീതിയിൽ ജീവിച്ച് പോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ജീവിതം മുന്നോട്ടേക്കും നല്ല രീതിയിൽ സ്മൂത്തായിട്ട് പോകുള്ളൂ. അപ്പോൾ താൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, താൻ ഇങ്ങോട്ടേക്ക് പോന്നോ, നമുക്കിപ്പം മുതൽ തന്നെ ജീവിച്ചു തുടങ്ങാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതൊന്നും വേണ്ട, ഇനി ഏതായാലും. അന്ന് തന്നെ നിങ്ങൾ അവിടുന്ന് ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയോ? അന്ന് തന്നെ ഇറങ്ങി. അപ്പം എന്നോട് പറഞ്ഞു, താൻ ഇങ്ങോട്ട് പോന്നോ, നമുക്ക് ഇപ്പം ജീവിച്ചു കഴിഞ്ഞാൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, വേണ്ട, അതൊന്നും വേണ്ട, ഇനി അത്രയല്ലേ ഉള്ളൂ കല്യാണത്തിന്. അപ്പം എന്നോട്, അപ്പോൾ തനിക്ക് എന്നെ വിശ്വാസമില്ല അല്ലേ? എന്നെ വിശ്വാസമില്ലാത്ത ആളെയാണോ ഞാൻ കല്യാണം കഴിക്കുക? പെട്ടു.
ഞാൻ പെട്ടുപോയി. പിന്നെ ഞാൻ എന്താ ചെയ്യുക? ഇയാള് ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ ഇനി വരില്ല എന്ന് പറഞ്ഞിട്ട് ആ റീസൺ പറഞ്ഞ് ഇയാൾ എന്നെ ഇനി ഇട്ടിട്ട് പോവോ എന്ന പേടിയായി എനിക്ക്. ആ പേടി കൊണ്ട് ഞാൻ സമ്മതിച്ചു. ഓക്കെ, ഞാൻ വരാമെന്ന് സമ്മതിച്ചു. അങ്ങനെ വീണ്ടും ഞാൻ 2-3 തവണ വന്നു. 2 തവണ കൊച്ചിയിലേക്ക് വന്നു. ജൂൺ ജൂലൈ ഫസ്റ്റ് വീക്ക് വരെ അങ്ങോട്ട് ഞാൻ വന്നു. അപ്പോഴൊക്കെ നിങ്ങൾ സെക്ഷുവലി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ബിക്കോസ് ശരിക്കും പറഞ്ഞാൽ കൊച്ചിയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അതെൻ്റെ വീട്, ആ വീട് ഞാൻ വരുന്ന സമയം വരെ ഞാൻ വന്ന് ക്ലീൻ ചെയ്യും. ആളുടെ ക്ലോത്ത്സ് ഒക്കെ ഞാൻ ഫോൾഡ് ചെയ്ത് വെക്കും. നിങ്ങളൊരു ഭാര്യയെ പോലെയായിരുന്നു പെരുമാറ്റം? ഞാൻ നഖം വെട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കും. ഞാൻ വന്നിട്ട് വേണം നഖം വെട്ടി കൊടുക്കാൻ. ആ ഒരു തരത്തിലായിരുന്നു എല്ലാ കാര്യങ്ങളും. ഒരു ദിവസത്തിൽ ഒരുപാട് ചായ വേണം, അങ്ങനത്തെ ആ ഒരു രീതിയിൽ. നിങ്ങൾ ഇയാളുടെ കൂടി ഈ ഫ്ലാറ്റിൽ കുറച്ചധികം ദിവസങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞിട്ടുണ്ടോ? ഒരു 2-3 ദിവസം അടുപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ജൂലൈ 2023 എനിക്കെൻ്റെ പീരിയഡ്സ് മിസ്സായി. അപ്പം എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു പീരിയഡ്സ് വന്നിട്ട് കാണുന്നില്ല. അത് വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ഒരു പ്രഗ്നൻസി കിറ്റ് വാങ്ങിയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു ഫെയ്ഡ് ലൈനാണ് വന്നത്. അപ്പോൾ ഗൂഗിൾ ചെയ്തപ്പോൾ അത് പ്രഗ്നൻസീൻ്റെ സ്റ്റാർട്ടിങ് സിംറ്റം ആണ് എന്ന് 2 പേരും കണ്ടു. അപ്പോൾ ഉടനെ എന്നോട് പറഞ്ഞു, നീ ഇങ്ങോട്ട് കൊച്ചിയിലോട്ടേക്ക് പോന്നോ, ഇവിടെ ഒരു പ്രിസ്റ്റിൻ എന്ന് പറഞ്ഞിട്ടൊരു ക്ലിനിക്ക് ഉണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ അവർ ആരും അറിയാണ്ട് വേഗം ചെയ്തു തരും എന്ന് പറഞ്ഞ് അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എനിക്ക് അയച്ചു തന്നു. ഞാൻ അപ്പോഴും മെസ്സേജ് ചെയ്തു, നമ്മൾ കണ്ടിട്ട് ഇറ്റ്സ് എ ലൈഫ് ഇൻസൈഡ് മീ, ലൈക്ക് നമ്മുടെ 4 കുട്ടികളെ പോലെ ഒരു ലൈഫാണ് എൻ്റെ വയറ്റിലേക്ക് കിടക്കുന്നത്. ആൻഡ് ഇറ്റ്സ് റിയലി ഹാർഡ് ഫോർ മീ. എനിക്ക് പറ്റില്ല, ഒരു മദർ എന്നുള്ള രീതിയിൽ എനിക്കിത് ഹാർഡ് ഡിസിഷനാണെന്ന് പറഞ്ഞു. അപ്പാട് എന്നോട് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, കുട്ടീനെ വയറ്റിൽ വെച്ചിട്ട് ഞാൻ നിന്നെ സ്വീകരിക്കില്ല, നിനക്ക് എൻ്റെ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ നീ ഇത് അബോർട്ട് ചെയ്തേ പറ്റുള്ളൂ, നീ നാളെ തന്നെ ഇങ്ങോട്ട് പോന്നോ, അല്ലെങ്കിൽ പിന്നെ ഞാനിനി വിളിക്കില്ല, സംസാരിക്കില്ല എന്ന സ്റ്റാൻഡായ ആൾ. പിറ്റേന്ന് രാവിലെ ഞാൻ മെസ്സേജ് അയച്ചു, ഓക്കെ ഞാൻ റെഡിയാണ്, പക്ഷേ നിങ്ങളിനി ഞാനിത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ വേണ്ടാന്ന് വെക്കുമോ, എന്നെ ഇട്ടിട്ട് പോവോ ചോദിച്ചു. അപ്പോൾ എന്നോട് തിരിച്ച് മെസ്സേജ് അയച്ചു, ഭയങ്കര ക്വസ്റ്റ്യൻ ആയിപ്പോയി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നെക്സ്റ്റ് ഡേ ഞാൻ കൊച്ചിയിലോട്ടേക്ക് വന്നു. ഇയാൾ എനിക്കൊരു ടാബ്ലറ്റ് ഫ്ലാറ്റിൽ നിന്ന് തന്നെ തന്നു. ഏതാ ടാബ്ലറ്റ് എന്ന് എനിക്ക് അറിയില്ല, ഫ്ലാറ്റിൽ തന്നെ തന്നു, അത് കഴിപ്പിച്ചു. എന്നിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. നെക്സ്റ്റ് ഡേയോ എനിക്ക് പീരിയഡ്സ് വന്നു. അതവിടെ കഴിഞ്ഞു. അതിനുശേഷം പിന്നെ ഞാൻ 1-2 തവണ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇയാളെ സ്വഭാവത്തിൻ്റെ അത് ചെറിയ മാറ്റങ്ങൾ ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ മെസ്സേജസും കോൾസൊക്കെ കുറഞ്ഞു തുടങ്ങി. വീഡിയോ കോൾസൊക്കെ മാറി ഓഡിയോ കോൾസിലേക്ക് മാത്രമായി പല റീസൺസ് പറയാൻ തുടങ്ങി. അങ്ങനെ ഡിസംബർ ഫസ്റ്റ് വീക്ക് ഇയാളും പാർട്ട്ണറും കൂടിയിട്ട് ദുബായിൽ ഇൻവെസ്റ്റേഴ്സിനെ നോക്കിയിട്ട് പോവാണെന്ന് പറഞ്ഞിട്ട് പോയി. ഡിസംബർ ഒരു ദിവസം ലാസ്റ്റോട്ട് നോക്കുമ്പോഴേക്കും ഒരു ദിവസം എന്നെ ബ്ലോക്ക് ചെയ്തു. ഞാൻ ആകെ പാനിക്കായി. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ഇതൊരു ഫ്രോഡായിട്ടാണ് ഫീൽ ചെയ്യുന്നത്, നീ ഏതായാലും ഒരു കാര്യം ചെയ്യും, ഒരു പോലീസിലൊരു കംപ്ലൈൻറ്റ് കൊടുക്ക്. നിങ്ങൾ ഇയാൾ ഇത്രമാത്രം വിശ്വസിക്കാൻ തുടക്കം മുതലേ, ഇപ്പം ആദ്യത്തെ റേപ്പ് അറ്റംപ്റ്റിൻ്റെ കാര്യം പറഞ്ഞു, അതിനുശേഷം വീണ്ടും കൊച്ചിയിൽ വന്നിട്ടുണ്ട്, നിങ്ങൾ സെക്ഷുവലി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അത്രയും ഇയാളെ വിശ്വസിക്കാൻ കാരണം എന്തായി? വിശ്വസിക്കാൻ ഇയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത്രയും ജെന്യൂനായിട്ടാണ് ഇയാൾ കാര്യങ്ങൾ പറഞ്ഞതും. ഈ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ കുഴിയിൽ ഞാൻ പോയി പെട്ടു. ഇനി അവിടെ നിന്നൊരു ബാക്കിംഗ് ഓഫ് എന്ന് പറയുന്നത് എനിക്കില്ല. കാരണം എനിക്ക് 2 വലിയ പെൺകുട്ടികളാണ്. എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ എൻ്റെ മക്കളുടെ ഭാവി എന്താവും? മക്കളോട് ഈ കാര്യമൊക്കെ പറഞ്ഞായിരുന്നോ? ഈ കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ ഈ റിലേഷൻഷിപ്പ് ഈ തരത്തിലാണ്, അങ്കിൾ അമ്മേനെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ്, ഇതൊക്കെ അവർക്ക് അറിയാം. കൊച്ചിയിലാണ് വന്ന് താമസിക്കുന്നത്, ഇതൊക്കെ അവർക്ക് അറിയാം. മാതാപിതാക്കൾക്കും അറിയാം, അച്ഛനും അമ്മക്കും. പിന്നെ വന്ന് താമസിക്കുന്ന കാര്യവും ഈ റേപ്പ് നടന്ന കാര്യം, പിന്നെ ഞാൻ വന്ന് താമസിക്കുന്ന കാര്യം അച്ഛനും അമ്മക്കും അറിയില്ലായിരുന്നു. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ദുബായിലോട്ടേക്ക് തിരിച്ചു പോകാൻ നിന്നൊരാളാണ്. അവിടുന്ന് ഈ കല്യാണത്തിൻ്റെ കൊണ്ടാണ് ഞാൻ ദുബായിൽ തിരിച്ചു പോകാതിരുന്നത്. ഇയാളുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ നാട്ടിൽ ജോയിൻ ചെയ്തത്. അപ്പം ആ കമ്പനീൻ്റെ ട്രെയിനിങ്
ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അച്ഛനമ്മേനോട് അത് പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് ഇവിടെ വരാനാണ് എന്നെ എപ്പോഴും നിർബന്ധിച്ചുകൊണ്ടിരുന്നത്. ഇയാൾ പറഞ്ഞ പോലെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായത്. കാരണം ഇയാളുടെ കയ്യിൽ ആണ് എൻ്റെ ചരട് ഉണ്ടായിരുന്നത്. ഇയാൾ വലിക്കുന്നത് പോലെ ഞാൻ നീങ്ങി, പേടിച്ചിട്ട് നീങ്ങിയത്. ഇയാൾ ഇട്ടിട്ട് പോയി എൻ്റെ മുന്നിൽ വേറെ വഴിയില്ല. അതുകൊണ്ട് ഇയാൾ പറയുന്ന പോലെ തന്നെ ഞാൻ ചെയ്തു. എത്ര തവണ അബോർഷൻ നടന്നിട്ടുണ്ട്? 2 തവണ. 2 തവണ എന്തായിരുന്നു മറുപടി ഇയാളുടെ? 2 തവണയും മറുപടി വയറ്റിലെ കുട്ടീനെയും വെച്ചിട്ട് കല്യാണം കഴിക്കില്ല എന്നായിരുന്നു. 2ാമത്തെ തവണ ഞാൻ ഏപ്രിലിൽ പ്രഗ്നൻ്റ് ആയപ്പോൾ ഞാൻ ഷടിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിത് അബോർട്ട് ചെയ്യില്ല എന്ന്. പക്ഷേ ആ സമയത്ത് ഇയാളുടെ അച്ഛൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ കല്യാണം കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ വരേണ്ട ആളാണ്, എൻ്റെ ഫാമിലീനെ നോക്കേണ്ട ആളാണ്. അച്ഛൻ ഈ അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നീ എങ്ങനെയാണ്, ഞാനെങ്ങനെയാണ് ഒരു കല്യാണത്തിൻ്റെ കാര്യം വീട്ടിൽ പറയുക? അപ്പോൾ നിനക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റില്ലേ? ഇതും പറഞ്ഞിട്ടാണ് 2ാമത്തെ തവണ അബോർട്ട് ചെയ്യിപ്പിച്ചത്. 2ാമത്തെ തവണ അബോർട്ട് ചെയ്യിപ്പിച്ചതെന്ന് വെച്ചാൽ എന്നെ ഇവിടെ കൊണ്ടുവന്നു. ഇയാൾ 3 ദിവസത്തേക്കുള്ള ടാബ്ലറ്റ് തന്നു. എന്നിട്ട് ആ ടാബ്ലറ്റ് കഴിക്കും വരെ ഇയാൾ നല്ല സ്നേഹത്തോടെയായിരുന്നു പെരുമാറിയിട്ടുണ്ടായത്. അതിനുശേഷമാണ് ഇയാളുടെ സ്വഭാവം മാറിയത്. എന്തുകൊണ്ടായിരിക്കും ഇയാൾ തുടക്കം മുതലേ കല്യാണം കഴിക്കാം എന്നൊരു ഉറപ്പ് തന്നിട്ട് പിന്നീട് പിൻവലിഞ്ഞ് കളഞ്ഞിട്ടുണ്ടാവുക? എനിക്കിപ്പം മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ ഉദ്ദേശം കല്യാണം കഴിക്കണം എന്നുള്ള ഉദ്ദേശം ഇയാൾക്ക് ആദ്യം ഉണ്ടായിട്ടില്ല. അതിപ്പോൾ ലാസ്റ്റാണ് ഇയാൾ ഡിസ്ക്ലോസ് ചെയ്തത്. ഇയാൾ ഉദ്ദേശിച്ചത് ഇതേപോലെ ഒരു സൈറ്റിൽ കൂടെ വന്നു, ആരുമില്ല, എനിക്ക് പ്രായമായ അച്ഛനും അമ്മയും 2 കുട്ടികളും മാത്രമാണ്, അപ്പം എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാകാം എന്നുള്ളതായിരുന്നു ആൾ ഉദ്ദേശിച്ചത്. ആദ്യം മോളുടെ കാര്യം പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട്, അതായത് മോളോട് ഇത് പറയാൻ പറ്റില്ല എന്ന്. ആദ്യം മോളെ പരിചയപ്പെടുത്താമെന്നൊക്കെ പറഞ്ഞ് ഫ്ലാറ്റിൽ കൊണ്ടുപോയി. അതിനൊക്കെ ശേഷം പിന്നെ പറഞ്ഞു, ഞാൻ മോളോട് ഇക്കാര്യം സംസാരിച്ചു, അപ്പോൾ മോൾക്ക് ഇതിനോട് യോജിക്കാൻ പറ്റുന്നില്ല, മോള് കോൾ എടുക്കരുത് പറഞ്ഞു. ഇതൊക്കെയായിരുന്നു പല പല റീസൺസ് പിന്നെ പറഞ്ഞുകൊണ്ടുണ്ടായത്. ഇയാളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഇയാളുടെ സ്വഭാവം, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ ഇയാളോട് നിങ്ങൾക്ക് ഇത്ര അടുപ്പം തോന്നാൻ എന്താ കാരണം? ഇയാൾ പറഞ്ഞത്, ഇപ്പം ഒരു എക്സാമ്പിൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ ദുബായിലാണെന്ന് പറഞ്ഞു. ഇയാളുടെ ഫ്രണ്ടിൻ്റെ ബ്രദർ പ്രവീണിനെ വിളിച്ചപ്പോൾ പ്രവീണിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ബ്രദർ നവീൻ താമസിക്കുന്നത് നാഷണൽ പെയിൻസിൻ്റെ അടുത്തല്ലേ? അതെ. ഞാൻ പറഞ്ഞു, പ്രവീണിൻ്റെ ബ്രദറിൻ്റെ വൈഫ് നാട്ടിൽ നിന്ന് തിരിച്ച് വന്നപ്പോഴാണ് കണ്ണേട്ടൻ നിങ്ങളുടെ അടുത്ത് മാറിയതെന്ന് പറയുന്നു. അപ്പോൾ പ്രവീൺ എന്നോട് പറഞ്ഞ കാര്യം, നിങ്ങൾ പറയുന്ന 3/4 ഭാഗം കാര്യങ്ങളും ശരിയാണ്, പക്ഷേ 1/4 ഭാഗം തെറ്റാണ്. ചേച്ചി നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, ചേച്ചി തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ സത്യമാണ്. പക്ഷേ രാക്കിൻ ചേട്ടൻ ഇവിടെ വന്നിട്ടില്ലേ. എല്ലാ കാര്യങ്ങളും ഇയാൾ എന്നോട് പറയും. വീട്ടിൽ പോയി അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും താമസിക്കുമ്പോൾ അവിടുത്തെ എല്ലാ കാര്യങ്ങളും പറയും. അനിയൻ വന്നിട്ടുണ്ട്, അനിയൻ്റെ കുട്ടികളുണ്ട്, എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും ഒരു ദിവസത്തെ എല്ലാ അപ്ഡേറ്റുകളും ഇയാൾ എന്നോട് പറയും. പക്ഷെ അതിനകത്ത് എത്രത്തോളം ശരിയുണ്ട്, എത്രത്തോളം തെറ്റായിരുന്നു എന്നുള്ളത് ഇന്ന് എനിക്ക് അറിയില്ല. ആദ്യത്തെ തവണ ഓഗസ്റ്റിൽ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു, അത് നീട്ടിവെച്ചു, വീണ്ടും നീട്ടിവെച്ചു. അങ്ങനെ തുടരെ ഇതിങ്ങനെ നീട്ടിവെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇയാളെ പറ്റിക്കുകയാണെന്ന്? അപ്പം മനസ്സിലായി. അപ്പോൾ എനിക്ക് നല്ലോണം മനസ്സിലായി. പക്ഷെ എൻ്റെ മുന്നിൽ വേറെ വഴിയില്ല. എൻ്റെ മുന്നിൽ ഇയാൾ എന്നെ എങ്ങനെയെങ്കിലും കല്യാണം കഴിച്ചേ പറ്റുള്ളൂ. ഞാൻ എന്ത് ചെയ്യും? ഇയാൾ ആയിട്ടുള്ള ബന്ധം ഒരുവിധം എല്ലാവർക്കും അറിയാം. ഇയാൾ ഒരു പക്ഷെ നിങ്ങളെ വീട്ടിൽ വന്നത് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടും എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അന്ന് അയാൾക്ക് ബാക്ക് ഓഫ് ചെയ്തുകൂടായിരുന്നില്ലേ? അയാൾ എന്തിന് എന്നെ ഈ കുഴിയിലിട്ടു? ഓക്കെ, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇയാൾക്ക് പറ്റില്ല എന്ന് ഇയാൾക്ക് അന്ന് എൻ്റെ വീട്ടിൽ വന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്തിന് ഇയാൾ എൻ്റെ അച്ഛനും അമ്മയുടെ അടുത്തും കല്യാണത്തിൻ്റെ കാര്യത്തിൽ ഉറപ്പ് കൊടുത്തിട്ട് എന്നെ എന്തിനു കൊച്ചിയിലെത്തിച്ചു? എന്തിന് ഇയാൾ എന്നെ റേപ്പ് ചെയ്തു? അതിനുശേഷം അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ഇയാൾ ഫോണിൽ സംഭാഷണമോ? എൻ്റെ ഫോണിൽ വിളിച്ചു കഴിഞ്ഞാൽ സംസാരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അച്ഛൻ അത്ര സംസാരിക്കാൻ വയ്യ. അച്ഛന് 83 ഇയേഴ്സ് ആയല്ലോ. അപ്പം എന്താ മോനെ കണ്ണ സുഖല്ലേ? അതന്നെ. എൻ്റെ ഫോണിൽ വിളിക്കുമ്പോൾ ഒന്ന് കൊടുക്ക്, സംസാരിക്കും, അത്ര തന്നെ. അല്ലാണ്ട് ഉള്ള സംസാരങ്ങളൊന്നുമില്ല. അച്ഛനോട് ഡയറക്റ്റ്ലി അങ്ങനെ വിളിച്ചിട്ടുള്ള സംസാരമൊന്നുമില്ല. ഒരുപാട് സ്ഥാപനങ്ങളുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, മുന്നേ ആദ്യം LLB കഴിഞ്ഞ ആളാണ്. അതിനുശേഷം പിന്നെ ദുബായിലായിരുന്നു. ദുബായിലൊരു ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ് ആയിരുന്നു, ഫാർമസി ആയിരുന്നു ഇയാൾക്ക്. അതിനുശേഷം ഇയാൾ നാട്ടിൽ വന്നിട്ട് ഒരു ഫിനാൻസിൻ്റെ മോട്ട് ഫിനാൻഷ്യൽ എന്തോ ഒരു സ്ഥാപനത്തിൻ്റെ പാർട്ട്ണറായിരുന്നു. അതിനുശേഷം ചാർട്ടേഴ്സ് സ്കൂളിൻ്റെ പാർട്ട്ണറായിരുന്നു. പിന്നെ ഇപ്പോഴാണ് ഇയാൾ ഇത് എഡുഷാക്സ് അക്കാഡമി, അതായത് മേക്കർ മൈൻഡ്സ്, ഇപ്പോഴത്തെ എഡുഷാക്സ് അക്കാഡമി,
അതിൻ്റെ 2 പാർട്ട്നേഴ്സാണ് അതിൽ ഒരാൾ ഇയാളാണ്. ഡിസംബറിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു പരാതി കൊടുത്തു എന്ന് പറഞ്ഞില്ലേ, ഡിസംബറിൽ ബ്ലോക്ക് ചെയ്തപ്പോൾ. അപ്പോൾ SI വിളിച്ചപ്പം SIയുടെ അടുത്ത് പറഞ്ഞു ഞാൻ ബാംഗ്ലൂരാണ്, മോൻ്റെ കൂടെയാണ്. അപ്പോൾ മകൻ ബാംഗ്ലൂർ പഠിക്കുകയാണ് ഡിഗ്രിക്ക്. അപ്പോൾ അവിടെയാണുള്ളത്, ഞാൻ വന്നിട്ട് തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വെച്ചു. ഉടനടി അയാൾ എന്നെ അൺബ്ലോക്ക് ചെയ്തിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു താൻ എന്ത് പണിയാടോ കാട്ടിയേ, ഒരു കോള് ബ്ലോക്ക് ചെയ്തതിന്, കോൾ എടുക്കാത്തതിന് ആരെങ്കിലും പോയി പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യൂ. പോലീസ് കംപ്ലൈൻറ്റ് ചെയ്തു നിങ്ങൾ ആദ്യം? ഡിസംബറിൽ ഇയാൾ എന്നെ ബ്ലോക്ക് ചെയ്തു. അപ്പൊ പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നു. 2024 ഡിസംബർ 23 ഡിസംബർ അപ്പോഴാണ് ഇയാൾ എന്നോട് വിളിച്ചിട്ട് പറയുന്നത് ഒരു കോൾ എടുക്കാത്തതിന് ആരെങ്കിലും പോയിട്ട് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യൂ, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ താൻ തൊടുന്നതിനും പിടിക്കുന്നതിനും ഒക്കെ പോലീസിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്യല്ലോ, പിന്നെ ഒരു പ്രശ്നമില്ല, താൻ ഇങ്ങോട്ട് പോന്നോ, താൻ കൊച്ചിയിലോട്ടേക്ക് പോന്നോ, തനിക്ക് എന്നെ ഭയങ്കര സംശയമല്ലേ, ഞാൻ ബിസിനസ്സിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് കുറച്ചൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണ്, ബ്ലോക്ക് ചെയ്തതാണ്. ഇത്തരത്തിലുള്ള അപമര്യാദയായിട്ടുള്ള പെരുമാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും തുടരെ നിങ്ങൾ കുറച്ച് കാലം ഏതാണ്ട് 2-3 വർഷം പരിചയമുണ്ട് നല്ലോണം പറഞ്ഞു. 2 വർഷം ഇപ്പം 3 വർഷം. ഈ അപമര്യാദയായിട്ട് എങ്ങനെയൊക്കെയാ, എന്തൊക്കെ പെരുമാറ്റങ്ങളായിരുന്നു? അപമര്യാദയായിട്ട് പെരുമാറുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ തരത്തിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റും ആ തരത്തിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇയാളുടെ അടുത്ത് എത്രയോ തവണ മെസ്സേജ്, നിങ്ങൾക്ക് ചാറ്റ് നോക്കിയാൽ കാണാം, ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്നെ ഒരു ഫ്ലോർ മാറ്റിനെ ട്രീറ്റ് ചെയ്യുന്ന പോലെയാണ് ട്രീറ്റ് ചെയ്തത്. ഇയാളുടെ കാര്യം കഴിഞ്ഞിട്ട് ഇയാൾ ഉദ്ദേശിച്ചത് ഞാനായി സ്വയം ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകണം, എന്നെ ആ തരത്തിലാണ് ട്രീറ്റ് ചെയ്തത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ തരത്തിൽ എന്ന് പറയുമ്പോൾ കോൾസ് എടുക്കില്ല, മെസ്സേജ് എടുക്കില്ല, പിന്നെ എന്താ പറയുക, ശല്യം, ശവം, ഇങ്ങനെ പലതും പറയുമായിരുന്നു. സമാധാനം തരില്ല, എന്താ ഞാൻ പറയേണ്ടത്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആൾക്കാരെ എങ്ങനെ ഞാൻ ഫേസ് ചെയ്യും എന്നതായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ്. കാരണം ഞാൻ ഒരു സിംഗിൾ പാരൻ്റ് ആയിട്ടും അത്രയും സ്ട്രോങ് ആയിട്ട് മുന്നിലോട്ടേക്ക് പോയ ഒരാളാണ്. എനിക്കിങ്ങനെ ഒരു അബദ്ധം വന്ന് പറ്റിയപ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയല്ലോ, എൻ്റെ മക്കൾക്ക് നല്ലത് കാണിച്ചു കൊടുക്കണ്ട എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം എൻ്റെ കയ്യിൽ നിന്ന് പറ്റിപ്പോയല്ലോ. അത് ഞാനിനി എന്ത് പറഞ്ഞാലും, ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് തന്നെ ആയിരിക്കും തിരിച്ചടി വരിക. ഇപ്പം ഞാൻ നിൽക്കുന്ന ആ അവസ്ഥ പണ്ടേ പേടിച്ചിട്ടാണ് ഞാനിത് സഹിച്ചിട്ട് മുന്നോട്ടേക്ക് പോയത്. ഇന്നും അയാള് 2ാമത്തെ പ്രഗ്നൻസി അബോർട്ട് ചെയ്യിപ്പിച്ചു. അപ്പം എന്നിട്ട് പിന്നെ ഇയാളുടെ സ്വഭാവം മാറി. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഇങ്ങനെയാണ് നിങ്ങളുടെ പെരുമാറുന്നതെങ്കിൽ ഞാൻ എൻ്റെ അച്ഛനമ്മയുടെ അടുത്ത് കാര്യങ്ങൾ പറയുന്നു. ശാരീരികപരമായിട്ടുള്ള ഉപദ്രവം അങ്ങനെ എന്തെങ്കിലും 1-2 തവണ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഉടനെ തന്നെ ആള് ദേഷ്യം കൊണ്ട് ചെയ്തു പോയതാണ്, വിട്ടേക്കിടും എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ഇയാള് 2ാമത്തെ അബോർഷൻ കഴിഞ്ഞിട്ട് ഇയാൾ സ്വഭാവം മാറിയപ്പോൾ ഞാൻ എൻ്റെ അച്ഛനമ്മേൻ്റെ അടുത്ത് പറഞ്ഞു. അതിനുശേഷമാണ് ഇയാൾ വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നീ നിൻ്റെ റിലേറ്റീവ്സിനെ ഒക്കെ വിളിച്ചോ, ഞാൻ വന്നിട്ട് കല്യാണം ആലോചിച്ചോളാം, ഓഗസ്റ്റിൽ കല്യാണം, 2024 ഓഗസ്റ്റിൽ കല്യാണം നടത്തിക്കോളാന്ന് പറഞ്ഞു. അതായത് ആദ്യം വീട്ടിലേക്ക് വരുന്നത് എന്നായിരുന്നു? 2023 മെയ്യില്. എന്നിട്ട് പറഞ്ഞത് ഓഗസ്റ്റിൽ കല്യാണം, അന്നേരം 2023 ഓഗസ്റ്റിൽ കല്യാണം നടത്താന്ന് പറഞ്ഞു. പിന്നീട് അത് 2024 ഓഗസ്റ്റ് ആയി. 24 ഓഗസ്റ്റ്. ഈ 2024 ജൂൺ 10-നാണ് എൻ്റെ വീട്ടിൽ വരുന്നത്. അന്ന് എൻ്റെ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അവരോടൊക്കെ അന്ന് അവിടെ വന്നിട്ട് പറഞ്ഞു പിന്നെ എനിക്ക് കുറച്ച് സമയം വേണം, ഓഗസ്റ്റിലോട്ടേക്ക് കല്യാണം നോക്കാം, ബിസിനസ്സിൻ്റെ കുറച്ച് പ്രശ്നങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഫിക്സ് ചെയ്തിട്ട് പോയി. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു ഓഗസ്റ്റിലോട്ടേക്ക് കല്യാണം പറ്റില്ല, എനിക്ക് ഒരു മോളുടെ 10th എക്സാം കഴിയണം, എനിക്ക് മോളെ ഇപ്പോൾ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് മാർച്ചിൽ മോളുടെ എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് കല്യാണം നടത്താം എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഓക്കെ, അത്ര മാസമല്ലേ ഉള്ളൂ, അങ്ങനെ അച്ഛനും സമ്മതിച്ചു. പക്ഷേ അതിനുശേഷമാണ് എൻ്റെ മോളെ ഞാനിവിടെ എറണാകുളം ചേർക്കുന്നത്. കോളേജിൽ ആളാണ് ലോക്കൽ ഗാർഡിയൻ. എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങൾ ഒരുമിച്ച് പോകാനും വരാനും ഞാനും മോളും ഒക്കെ ഇവിടെ വന്ന് താമസിക്കും ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നവംബറിലാണ് ഞാൻ ലാസ്റ്റ് ഇവിടെ വന്ന് താമസിച്ചത്.
അപ്പം ഇത് ഈ നവംബറൊക്കെ ആവുന്ന സമയത്ത് ആൾ എപ്പോഴും പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പൈസ ഇല്ല, ബിസിനസ് ഒന്നും ഒരു തരത്തിലും നടക്കുന്നില്ല, ഇതിപ്പോൾ കൂട്ടേണ്ടി വരും, പാർട്ട്ണറായിട്ട് ഒത്തുപോകാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെയാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായത്. ഞാൻ 2-3 തവണ മോളുടെ ഫീസ് അടക്കാൻ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട്, കൊടുത്ത പൈസ ഒക്കെ തിരിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും ഫിനാൻഷ്യൽ സ്ട്രഗിളാണ് പറഞ്ഞുകൊണ്ടുണ്ടായത്. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ദുബായിലോട്ടേക്ക് എന്തെങ്കിലും നോക്കാമെന്നാണ് വിചാരിക്കുന്നത്, അവിടെ ഏതെങ്കിലും കമ്പനിയിൽ ജോയിൻ ചെയ്യാം. അയാൾ ദുബായിൽ ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ് നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ദുബായിൽ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഡിസംബറിൽ മോളെ കൂട്ടാൻ വേണ്ടി കൊച്ചിയിലോട്ടേക്ക് വരണം. അതിൻ്റെ തലേ ദിവസം 20-ാം തീയതി മോളെ കൂട്ടാൻ വേണ്ടി വരേണ്ടത്. തലേ ദിവസം എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു താൻ നാളെ വന്നു കഴിഞ്ഞാൽ ഫ്ലാറ്റിൽ പോകാൻ പറ്റില്ല പറഞ്ഞു. ഞാൻ കാരണം എന്താ ചോദിച്ചപ്പോൾ പറഞ്ഞു മകനും മകൻ്റെ ഫ്രണ്ടും ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവരുണ്ടെങ്കിൽ എന്താ, അവരോട് എക്സ് വൈഫിൻ്റെ അടുത്ത് പോകാൻ പറയൂ, ഞാൻ ട്രാവൽ ചെയ്തിട്ട് വന്നിട്ട് എനിക്കൊന്ന് ഫ്രഷ് ആവണ്ടേ. അപ്പോൾ എന്നോട് ഇല്ല പറ്റില്ല, അവനെ പറഞ്ഞയക്കാൻ പറ്റില്ല, നമുക്ക് പുറത്ത് പോവാം, പുറത്തുനിന്ന് ഇവിടെ നിന്ന് ഫ്രഷപ്പ് ആയാൽ മതി. അതിൻ്റെ പേരിൽ ഞങ്ങളൊന്ന് പിണങ്ങി. അപ്പം എൻ്റെ മോളെ കൂട്ടിയപ്പോൾ ഞാൻ അവളുടെ മുന്നിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു മോളെ നമുക്ക് വിലയൊന്നുമില്ല, നമ്മളെപ്പോഴും ഔട്ട്സൈഡേഴ്സാണ് എന്ന്. അപ്പം പറഞ്ഞു ഞാൻ നിങ്ങളുടെ മകളുമായിട്ടാണ് പോകുന്നത്. ഞാൻ ആദ്യം എന്നെ വന്ന് സ്റ്റേഷനിൽ നിന്ന് പിക്ക് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ഫ്രഷപ്പ് ആവണമല്ലോ, അങ്ങനെ ഒന്ന് മോളിലോ അങ്ങനെ എവിടേക്കോ പോയി, എന്നിട്ടാണ് എൻ്റെ മോളെ കൂട്ടാൻ വേണ്ടി പോകുന്നത് ട്രെയിനിൻ്റെ ടൈം. അപ്പോൾ ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു നമുക്കൊരു വിലയുമില്ല, നമ്മൾ ഔട്ട്സൈഡേഴ്സാണ്. കാരണം മകൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇത്രയും ട്രാവൽ ചെയ്ത് വന്നാൽ എന്നെ അവിടെ എനിക്കൊന്ന് ഫ്രഷപ്പ് ആവേണ്ട സിറ്റുവേഷൻ പോലും ആള് തന്നില്ല. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഒന്ന് പിണങ്ങിയത്. ആ ഒരു പേരും പറഞ്ഞ് പിന്നെ ഞാൻ നാട്ടിലെത്തിയ ശേഷം ഇയാളെന്നെ വിളിച്ചതേയില്ല. പിന്നെ ദുബായിൽ പോകുന്നത് 2 ദിവസം കഴിഞ്ഞിട്ട് ദുബായിൽ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രം ജസ്റ്റ് മെസ്സേജ് ചെയ്യും, വിളിക്കില്ല, കോൾ എടുക്കില്ല. എന്നിട്ട് പിന്നെ ദുബായിൽ പോയി എന്ന് പറഞ്ഞു. അപ്പം ദുബായിൽ പോയി എന്ന് പറഞ്ഞു. അതിൽ 1 ദിവസം 2 ദിവസം കഴിഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞത് ഞാൻ എത്തി, വൈഫൈ ഉണ്ടാകുമ്പോൾ മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇയാളുടെ ഫോൺ ഓഫാണ്, വൈഫൈയിൽ ഓണാക്കുമ്പോൾ മാത്രം മെസ്സേജ് പോവും വരും മാത്രം ചെയ്തു. അങ്ങനെ അത് പിന്നെ കുറേ ദിവസം ഞാൻ കാല് പിടിച്ച് മെസ്സേജ് അയച്ച് ലാസ്റ്റ് ബോട്ടിമിൽ വിളിക്കാൻ തുടങ്ങി. അതും ഓഡിയോ കോൾ മാത്രം, വീഡിയോ കോൾ വിളിക്കില്ല, ഓഡിയോ കോൾ മാത്രം ചെയ്യും, ജസ്റ്റ് കാര്യം സംസാരിക്കും വെക്കും, അങ്ങനത്തെ തരത്തിലുള്ളൊരു റിലേഷൻഷിപ്പായി മാറി. അങ്ങനെ ഇരിക്കെ ഫെബ്രുവരിയിൽ ഒരു ദിവസം മോള് എന്നോട് പറഞ്ഞു പിന്നെ അമ്മേനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, അമ്മ പാനിക് ആവരുത് പറഞ്ഞു. അമ്മനില്ല എന്താ കാര്യം പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞാൽ നമുക്കൊരു ഫോട്ടോ അയച്ചു തരാം, അമ്മ നോക്കുന്നു പറഞ്ഞു. അപ്പോൾ അവിടെ ഫോട്ടോ അയച്ചു. നോക്കുമ്പോൾ ഇയാളുടെ ഒരു ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡും മകനും കൂടി നിന്നിട്ട് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ള ഒരു ഫോട്ടോ ആയിരുന്നു. ഞാൻ മോളുടെ അടുത്ത് പറഞ്ഞു അത് മുന്നേ എടുത്തതായിരിക്കും മോളെ എന്ന് പറഞ്ഞു. അപ്പോൾ അവളെന്നോട് പറഞ്ഞു അമ്മ അതിൻ്റെ ബാക്കിലത്തെ ഡിജിറ്റൽ ഡേറ്റ് നോക്കാൻ പറഞ്ഞു. ഡിജിറ്റൽ ഡേറ്റ് നോക്കുമ്പോൾ 22/2/2025. ഞാൻ ആകെ ഷോക്കായിപ്പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇയാൾ നാട്ടിലെത്തി എന്നുള്ളത്. അപ്പോൾ ഞാൻ മെസ്സേജ് അയച്ചു, അപ്പോൾ നിങ്ങൾ എന്തൊക്കെ കള്ളത്തരങ്ങളാണ് എന്നോട് പറയുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു എന്താ പ്രശ്നം എന്താ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഈ ഫോട്ടോ അയച്ചു കൊടുത്തു. അപ്പോൾ എന്നോട് ഞാനത് 3 ദിവസത്തേക്ക് വന്നതാണെന്ന്. ഞാൻ പറഞ്ഞു 3 ദിവസത്തേക്കാണെങ്കിലും 3 മണിക്കൂറത്തേക്കാണെങ്കിലും നിങ്ങൾ എന്നോട് പറയണ്ടേ. അപ്പോൾ എന്നോട് പറഞ്ഞു തന്നോട് പറഞ്ഞാൽ താൻ എന്നെ കാണണമെന്ന് പറയും, തനിക്ക് ഇങ്ങോട്ട് വരണമെന്ന് പറയും, എന്നോട് അങ്ങോട്ട് വരാൻ പറയും. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ തനിക്ക് എൻ്റെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളൊക്കെ അറിയില്ലേ, അതൊക്കെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതേ സമയം തന്നെ ഈ 3 ദിവസം ഇയാളെ എനിക്ക് ഫോണിൽ കിട്ടിയിട്ടുണ്ടായിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞപ്പം എനിക്ക് തോന്നിയത്. പക്ഷേ ആ സമയത്ത് ഇയാൾ എന്നോട് പറഞ്ഞ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ഒരു ഫ്രണ്ട് കൂടെ പഠിച്ച ഒരാൾ നവീൻ എന്ന് പറഞ്ഞിട്ടൊരാൾ ദുബായിലുണ്ട്. അയാളുടെ അടുത്താണ് പോകുന്നത്, അയാളുടെ കൂടെയാണ് താമസം. പിന്നെ അയാളുടെ വൈഫ് നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ പ്രവീണിൻ്റെ കൂടെ താമസിക്കുന്നു, ഇയാളുടെ ബ്രദർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ നവീനെയും പ്രവീണിനെയും ഒക്കെ തപ്പി അവസാനം എനിക്ക് പ്രവീൺ എന്ന് പറഞ്ഞ ആളുടെ നമ്പർ കിട്ടി. അങ്ങനെ ഞാൻ ഈ പ്രവീണിനെ ഫസ്റ്റ് വിളിച്ചപ്പം ഒരു ലേഡി ഒരാണുങ്ങളെ ചോദിച്ച് വിളിക്കുന്നത് കൊണ്ടായിരിക്കാം അയാൾ ആ തരത്തിലാണ് ആദ്യം റെസ്പോണ്ട് ചെയ്തത്. ഞാൻ ചോദിച്ചു രാക്കിന്ത് അവിടെ ഉണ്ടോ, അണ്ണേട്ടൻ അവിടെ ഉണ്ടോ ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞു രാക്കിന്ത് ഇവിടെ ഇല്ല, നിങ്ങളാരാ എന്താ, ആ ഒരു തരത്തിലായിരുന്നു, ഭയങ്കര ഹാർഷായിട്ട്. പിന്നെ അയാൾ ഏതാന്ന് കേൾക്കാനുള്ള ഇതുപോലും ആദ്യം കാണിച്ചില്ല, അയാൾ കോള് കട്ട് ചെയ്തു. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചിട്ടു, അതായത് രാക്കിന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കൂടെയാണ് താമസമെന്ന്, സോറി അതുകൊണ്ടാണ് ഞാൻ കോൺടാക്ട് ചെയ്തത്, രാക്കിന്തിനെ വിളിച്ച് കിട്ടുന്നുണ്ടായിരുന്നില്ല എന്നിട്ടൊരു മെസ്സേജ് ഞാൻ അയച്ചു ഇട്ടു. അപ്പം ഇതും കൂടിയായി. അപ്പം പിന്നെ എനിക്ക് ടോട്ടലി ഒരു ഡൗട്ടായി. എന്നിട്ട് ഞാൻ ഇവിടെ
ആബാദ OSS ഫ്ലാറ്റിലെ വാച്ച്മാനെ വിളിച്ചു. വാച്ച്മാനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, പിന്നെ 2Cയിലെ ഒരു അക്കിന്ത് അവിടെ ഉണ്ടോ ചോദിച്ചു. അപ്പോൾ വാച്ച്മാന് ക്ലിയർലി ആളുടെ പേരും അങ്ങനെയൊന്നും അറിയില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു 2Cയിലെ മാഡാണോ ചോദിച്ചു. അപ്പോൾ ഞാൻ കരുതി ഇനിയിപ്പോൾ ഇയാളെ വേറെ കല്യാണം കഴിച്ചോ എന്നുള്ളൊരു തോട്ടായിപ്പോയി എനിക്ക്. അപ്പോൾ ഞാൻ ആന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ആളവിടെ ഉണ്ടോ, എനിക്കൊരു ഫുഡ് ഓർഡർ വരാനുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ ഒന്ന് കെയർടേക്കറുടെ നമ്പറിന് ചോദിച്ചു. കെയർടേക്കറുടെ നമ്പർ എടുത്തു. കെയർടേക്കർ വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് ഡിസംബറിൽ ഫ്ലാറ്റ് കൊടുത്തു. അപ്പോൾ ഡിസംബറിൽ ഇയാൾ എന്നെ ഫ്ലാറ്റിൽ കൊണ്ടുപോകാതിരുന്നത് ഫ്ലാറ്റ് ആ സമയത്ത് അയാൾ കൊടുത്തത് കൊണ്ടാണ്, മക്കളുള്ളത് കൊണ്ടല്ല. ഡിസംബറിലെ ഓൾറെഡി ഫ്ലാറ്റ് സോൾഡ് ഔട്ടാണ്. അത് ഞാൻ ഉടനെ ഇയാൾക്ക് മെസ്സേജ് അയച്ചു. നിങ്ങൾ എന്തൊക്കെ കള്ളത്തരങ്ങളാണ് എന്നോട് പറയുന്നത്. അപ്പാടും എന്നോട് പറഞ്ഞു, അത് പിന്നെ ഞാൻ തന്നോടൊന്ന് ഫ്ലാറ്റ് കൊടുക്കേണ്ട കാര്യം പറഞ്ഞപ്പോൾ ഒരു ദിവസം ദുബായിലാണെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു ഞാൻ ഫ്ലാറ്റ് കൊടുത്താലോ എന്ന് ആലോചിക്കുന്നത്, എന്നാലേ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ തീരുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തിനാണ് കേട്ടോ ഫ്ലാറ്റ് കൊടുക്കുന്നത്, പിന്നെ ഫ്ലാറ്റ് അത്രയും നല്ലൊരു ഫ്ലാറ്റിന് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പം ഞാനൊരു സജഷനും വെച്ചു. ഞാൻ പറഞ്ഞു ഏതായാലും മക്കളെ പുറത്ത് പഠിക്കല്ലേ, അപ്പം അച്ഛനും അമ്മയല്ലേ, അവരെ നമുക്ക് റെന്റഡ് ഹൗസിലാക്കാം, എന്നിട്ട് എൻ്റെ ഫ്ലാറ്റ് കൊടുക്കാം, എന്നിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരട്ടെ, നമ്മൾ ഒരുമിച്ചല്ലേ താമസിക്കുക, പിന്നെ എന്താ പ്രശ്നം, വേണ്ട. അതായിരുന്നു ഞാൻ അന്ന് കൊടുത്ത സജഷൻ. അപ്പോൾ എന്നോട് പറഞ്ഞു താൻ ഫ്ലാറ്റ് കൊടുക്കുന്നതിന് എഗെയിൻസ്റ്റായി നിന്നതുകൊണ്ടാണ് തന്നോടത് പറയാതിരുന്നേന്ന്. അതും കഴിഞ്ഞു. പക്ഷേ അതും കഴിഞ്ഞപ്പോൾ എൻ്റെ മൈൻഡിൽ നല്ല ഡൗട്ടായി. അങ്ങനെ ഞാൻ അച്ഛനെ കൊണ്ട് ഈ പ്രവീണിനെ വിളിപ്പിച്ചു. അപ്പം അച്ഛൻ വിളിച്ചപ്പോൾ പ്രവീണിന് ഒരു ജെന്യൂനിറ്റി ഫീൽ ചെയ്തു. പ്രവീൺ സംസാരിച്ചു. അപ്പം അച്ഛൻ ഇങ്ങനെ പറഞ്ഞു ആളെടുത്ത്, ഇങ്ങനെ റാഖിൻ്റെ കല്യാണം ആലോചിച്ചതാണ് എൻ്റെ മകളെ. എന്നിട്ട് അച്ഛൻ അധികം 83 ഇയേഴ്സായി, സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഫോൺ എനിക്ക് തന്നു. സംസാരിച്ചപ്പോൾ പ്രവീണിൻ്റെ അടുത്ത് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ പ്രവീൺ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അന്ന് വിളിച്ച കാര്യം പ്രവീൺ ഇയാളുടെ ബ്രദർ നവീൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നവീനോട് ഇയാൾ പറഞ്ഞ കഥ എന്താണെന്ന് വെച്ചാൽ, എന്നെ എറണാകുളത്ത് നിന്ന് പരിചയപ്പെട്ട ഒരു സ്ത്രീയാണ് ഞാൻ ഇയാളുടെ ബാക്കിലേക്ക് കൂടി ഭയങ്കര ശല്യമാണ്, അതുകൊണ്ടാണ് ഇയാൾ ഫ്ലാറ്റ് വിറ്റതെന്ന്. അപ്പോൾ ഇനി എൻ്റെ കോള് വന്നാൽ എടുക്കരുതെന്നും പ്രവീണോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ഫ്ലോർ മാറ്റിന് തുല്യമായിട്ട് അത് രീതിയിൽ നിങ്ങളെ യൂസ് ചെയ്തു എന്ന് പറഞ്ഞു. പല തരത്തിൽ ഇയാൾ സൂചനകൾ തന്നു, എനിക്ക് താല്പര്യമില്ല, ശല്യമാണെന്ന് പറഞ്ഞു. അപ്പോഴും എന്തിന് വീണ്ടും ഇദ്ദേഹത്തിൻ്റെ പുറകെ പോയി? ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഈ 15 വർഷം കഴിഞ്ഞിട്ട് ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് ഒരു മാട്രിമോണി സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത പേഴ്സണാണ് ഞാനൊരു ഡേറ്റിംഗ് ആപ്പിലോ ഒന്നും രജിസ്റ്റർ ചെയ്തതല്ല. ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് മാട്രിമോണി സൈറ്റിൽ രജിസ്റ്റർ ചെയ്തതാണ്. അതുകൂടാതെ എൻ്റെ ലൈഫ് രണ്ടാമതും ഇങ്ങനെ പൊട്ടിത്തകരുന്നത് കണ്ട എന്ത് എക്സാമ്പിളാണ് ഞാൻ എൻ്റെ മക്കളുടെ മുന്നിൽ കാണിച്ചു കൊടുക്കുക? ഒരാളെയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതും ഈ ലോകത്ത് രണ്ടാമതൊരു ലൈഫിനെ നോക്കി അതിലും ഫെയിലിയർ ആണെന്നോ? ഇയാൾ അത്രമാത്രം നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നോ? ഇഷ്ടമാണോ ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ എന്നെ എങ്ങനെ കണ്ടു എന്നുള്ളതല്ല. ഞാൻ അയാളെ എൻ്റെ ഭർത്താവായിട്ട്, അത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കഴുത്തിൽ താലി കെട്ടിയില്ല എന്നേ ഉള്ളൂ, നിങ്ങൾ എനിക്ക് എൻ്റെ ഭർത്താവ് തന്നെയാണ്. അതെന്നും പറയും. കാരണം ഒരു ഭാര്യ ചെയ്യേണ്ട എല്ലാ കടമയും ഞാൻ ചെയ്യാൻ പറ്റില്ല. ഈ എല്ലാ മാസവും ഞാൻ വരാൻ വെയിറ്റ് ചെയ്യും ഇയാളെ നഖം വെട്ടാൻ വേണ്ടിയിട്ട്. അതെൻ്റെ മോളുടെ മുന്നിൽ നിന്ന് അത് ഞാൻ നെയിൽ കട്ടറിങ് എടുത്തേ അവിടെ നിന്ന്. ആ വീട്ടിലെ ഓരോ സാധനം അതെവിടെയാ വെച്ചിട്ടുള്ളത്, എങ്ങനെയാ വെച്ചിട്ടുള്ളത്, ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. മോളുമായിട്ട് നല്ല അടുപ്പായിരുന്നു? ആ, മോളായിട്ട് നല്ല അടുപ്പായിരുന്നു. അവളോട് ഭയങ്കര കമ്പനിയായിരുന്നു. ഇയാളില്ലാതെ നിങ്ങൾക്ക് ഇനി ജീവിക്കാൻ പറ്റില്ല എന്നാണോ? ഞാൻ അങ്ങനെയാണ് കരുതിയത്. പക്ഷെ ഇയാള് ഇങ്ങനെ ചതിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നല്ലോ. സൊസൈറ്റിയുടെ മുന്നിൽ എന്ത് ചെയ്യുന്ന എനിക്കറിയില്ല. പല സൂചനകള്, അതായത് നിങ്ങളെ ശല്യമാണെന്നും എന്തിനാണ് എപ്പോഴും ഇങ്ങനെ വിളിക്കുന്നതെന്നും എന്നൊക്കെ ഇയാളൊരു സൂചന നൽകി. അപ്പോഴും വീണ്ടും വീണ്ടും അയാൾ എന്നോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാല്, അയാളുടെ ആദ്യത്തെ ലൈഫിന്ന് അയാൾക്ക് ഉണ്ടായ കുറെ അനുഭവങ്ങള്, അതുകൊണ്ടാണ് അയാളുടെ ക്യാരക്ടർ ഇങ്ങനെ ആയത് എന്ന് പറയും. എങ്ങനെ? മീൻസ് അധികം കോൾസ് എടുക്കാത്തതും അങ്ങനെയൊക്കെയാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായത്. അപ്പം ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ അതുപോലെ നോക്കണ്ട, ഞാനൊരു ഡിഫറെന്റ് പേഴ്സൺ ആണ് എന്നൊക്കെ. അയാൾക്ക് ശരിക്കും ഇപ്പം നമുക്ക് ഒരാളെ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അയാളെ മനസ്സിലാക്കാൻ പറ്റില്ല എന്നുണ്ടാവും. നമ്മൾ വേറെ തന്നെ ഒരു ആംഗിളിലാണ് നമ്മൾ കാണുക.
ഇപ്പം ആണ് ആള് പറഞ്ഞതിന്റെ ഓരോന്നും. ഇയാളുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാം, ഇയാൾ നല്ലൊരാളാണെന്ന് തോന്നാൻ എന്താ കാരണം? അയാൾ നല്ലൊരു അച്ഛനായിട്ടാണ് എന്നോട് പോർട്രേറ്റ് ചെയ്തത്. രണ്ടാമത് ഇയാള് പറഞ്ഞ കാര്യങ്ങളൊക്കെ ജെന്യൂൻ ആയിരുന്നു. അതായത് ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞതൊക്കെ ജെന്യൂൻ ആയിരുന്നു. പിന്നെ ഒരു നല്ല, ഞാൻ പറഞ്ഞില്ല, ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയത് ഇയാളൊരു നല്ല അച്ഛനായിട്ടാണ്. അത് തന്നെയാണ് ഇയാൾ എന്നോടും പറഞ്ഞത്, എൻ്റെ മക്കൾക്കൊരു നല്ല അച്ഛനായിരിക്കും എന്നുള്ളത്. പിന്നെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ദേഷ്യത്തിന് പറഞ്ഞ് പിന്നെ ഇയാൾക്ക് എങ്ങനെയായാലും അത് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് കൺവിൻസ് ചെയ്യാനുള്ള പവർ ഭയങ്കരമായിരുന്നു. അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് എന്തൊക്കെയായിരുന്നു? ഞാൻ ദേഷ്യം കൊണ്ടാടോ, എൻ്റെ ബിസിനസ്സിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ്, പിന്നെ കരയും, ഇതൊക്കെ പറഞ്ഞിട്ട് കരയും. താൻ എന്താടോ ഇങ്ങനെ പറയുന്നേ, നമ്മൾ തമ്മിൽ എന്തടി ഉണ്ടായി കഴിഞ്ഞാലും എത്ര വഴക്ക് കൂടിക്കഴിഞ്ഞാലും നമ്മൾ പിന്നെയും ഇങ്ങനെ സ്നേഹത്തോടെ മുന്നോട്ട് പോകുന്നില്ലേ, എവിടെയാണ് പ്രശ്നങ്ങളില്ലാത്ത, ഇതൊക്കെയാണ് ഇയാൾ പറഞ്ഞുകൊണ്ടുണ്ടായത്. ഈ 2 വർഷം നിങ്ങൾ തുടർച്ചയായിട്ട് നല്ല സ്ട്രോങ് റിലേഷൻഷിപ്പ് ആയിരുന്നു? ആണ്. അതിനിടെ ഞാൻ പറഞ്ഞല്ലോ, ഇയാൾ ബാക്ക് ഓഫ് ചെയ്തത് ആ ഒരു ഫസ്റ്റ് അബോർഷന് ശേഷം ആ ഒരു ഡിസംബർ ആ ടൈമിൽ ഇയാൾ നല്ലോണം ബാക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി നോക്കി. 2023 ആ ഒരു കംപ്ലൈന്റ് കൊടുത്തല്ലോ ഞാൻ CIക്ക് കണ്ണൂര്. അതിനുശേഷം പിന്നെ എനിക്ക് ഒരു തരി ഡൗട്ടിന്റെ ഇതുപോലും തന്നിട്ടില്ല. പക്ഷെങ്കിൽ എന്നെ ട്രീറ്റ് ചെയ്ത വഴി വളരെ മോശമായിരുന്നു. നിങ്ങൾ ആദ്യം കംപ്ലൈന്റ് കൊടുത്തു, അത് CIക്ക്? വനിതാ സെല്ലിൽ. അത് ഈ ബ്ലോക്ക് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ, ഭയത്തിന്റെ മൂലം. 2023 അതിനുശേഷം പിന്നെ നല്ല രീതിയിലാണ് പോയത്. പിന്നെ എന്റെ റിലേറ്റീവ്സിനെ ഒക്കെ കണ്ട് ഇയാള് കല്യാണവും ഫിക്സ് ചെയ്തല്ലോ. അതുകൊണ്ട് എനിക്ക് ഒരു തരി സംശയം ഉണ്ടായിരുന്നില്ല. ഈ 2023 ആദ്യം ഫ്ലാറ്റിൽ കൊണ്ടുപോയി റേപ്പ് ചെയ്തെന്ന് പറഞ്ഞല്ലോ, അപ്പോഴിയാളുടെ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇയാൾ ഇങ്ങനെ ഒരാളാണ്, ഇങ്ങനെ ഒരു വൈകൃതമുള്ള ഒരാളാണ്? ഇല്ല, മനസ്സിലായില്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ പറഞ്ഞ ന്യായം അതായിരുന്നു. പിന്നെ അയാൾ ന്യായീകരിച്ച വഴി അതായിരുന്നു. അതായത് ജെന്യൂൻലി പറയുന്ന വെച്ചാല്, ഞാൻ പറഞ്ഞല്ലോ 2007 സെപ്പറേറ്റ് ആയ ഒരാളാണ് ഞാൻ. ഈ 2007 മുതൽ ഈ 2023 എന്ന് പറയുന്നത് ഒരു ലോങ് ഗ്യാപ്പാണ്. അത് ഒരാൾക്ക് ഒരു സംശയം അയാൾക്ക് മനസ്സിലൊരു സംശയം ഉണ്ടായി, ആ സംശയം അയാൾ തീർത്തു. ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, എനിക്ക് മനസ്സിലായി നമ്മൾ രണ്ടാളും തമ്മിൽ നല്ല ഫിസിക്കലി കമ്പാറ്റബിൾ ആണ് എന്ന് എനിക്ക് മനസ്സിലായി. അയാൾ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇയാളുടെ എക്സ് വൈഫും ഇയാളും തമ്മിൽ സെക്ഷലി കമ്പാറ്റബിൾ ആയിരുന്നില്ല. അത് ഭയങ്കര പ്രോബ്ലം ആയിരുന്നു. അപ്പൊ അത് അയാൾക്ക് ചെക്ക് ചെയ്യണം എന്നുള്ളതായിരുന്നു അയാൾ പറഞ്ഞുകൊണ്ടുണ്ടായത്. അത് മെസ്സേജസിനകത്ത് വ്യക്തമായിട്ടുണ്ട്. ഇയാൾ ആദ്യം ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ഇയാൾ എന്നോട് ക്ലിയർലി പറഞ്ഞിട്ടുണ്ട്. അപ്പോഴെന്തുകൊണ്ടാണ് നിങ്ങളത് പോലീസ് കംപ്ലൈന്റ് ചെയ്യാതിരുന്നത്? ഇപ്പോഴും ആദ്യത്തെ ടൈം ഇയാള് ഫിസിക്കലി കമ്പാറ്റബിൾ ആണോ നോക്കിയതാണ്. എന്നിട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഇയാൾ എൻ്റെ വീട്ടിൽ വന്ന് കല്യാണം ആലോചിച്ചു. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പെർമിഷനോട് കൂടി എന്നെ ഇവിടെ വിളിച്ചു വരുത്തി എന്നോട് ഇത് ചെയ്തു. എന്നിട്ടും ഇയാൾ എനിക്ക് തന്ന വാക്ക് എന്താണ്? ഞാൻ ഇത് ചെയ്തത് ഫിസിക്കൽ കമ്പാറ്റബിലിറ്റി നോക്കിയതാണ്, അല്ലാണ്ട് തന്നെ ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ടല്ല. ഇയാള് എന്നോട് പറഞ്ഞു ഇയാൾ നല്ലൊരു ഫാമിലിയിൽ ആളാണ്, ഇയാൾ പറഞ്ഞ കാര്യം കറക്റ്റാണ്, നല്ല ഫാമിലിയിൽ ആളാണ്. അപ്പൊ പിന്നെ ഞാൻ ഇതിൽ ഞാൻ ഇയാളെ വിശ്വസിച്ചു. പിന്നെയും ഇയാൾ പറഞ്ഞു ഇയാളോടുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ ഇനിയും വരണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. അപ്പൊ എന്റെ മനസ്സിൽ പേടിയായി. അതായത് ഇനിയിപ്പോ ഞാൻ പോയിട്ടില്ലെങ്കിൽ, ഇയാൾ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലോ ഞാൻ എന്ത് ചെയ്യും? ഇയാൾക്ക് നിങ്ങളുടെ ശരീരം മാത്രമായിരുന്നു താല്പര്യം? അത് മാത്രമായിരുന്നു താല്പര്യം. അത് നിങ്ങൾക്ക് പക്ഷെ തുടക്കത്തിൽ തന്നെ മനസ്സിലായില്ലേ? ഇല്ല. അല്ലെങ്കിൽ 2 or 3 വട്ടം ആവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇല്ല, ഇല്ല. എനിക്കൊരു ഡൗട്ട് തോന്നിയത്, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഡൗട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഡിസംബറിൽ, അന്നേരം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇയാൾ എന്നെ ഒഴിവാക്കാൻ നോക്കുകയാണ് എന്നുള്ളത്. പക്ഷെ അപ്പോഴേക്കും ഞാൻ പെട്ടുപോയി. പിന്നെ അതിനുശേഷം നിങ്ങൾ പറഞ്ഞതുപോലെ സംശയം തോന്നിയില്ലേ ചോദിച്ചാൽ സംശയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിൻ്റെ അകത്ത് ഇറങ്ങി വരാൻ പറ്റില്ല. ഇന്നിപ്പം ഞാൻ ഈ നിൽക്കുന്ന ഈ സിറ്റുവേഷൻ ഉണ്ടല്ലോ, ഞാനിപ്പോൾ അന്ന് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഇന്ന് ഞാൻ നിൽക്കുന്ന അതേ സിറ്റുവേഷനിൽ ഞാൻ നിൽക്കേണ്ടി വരും. ആരും ഉണ്ടാവില്ല, ഇന്നും ആരുമില്ല. ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു. ഞാൻ ഡിസംബർ ഈ ഗൾഫിലാണെന്ന് പറഞ്ഞല്ലോ ഇയാള്, അവിടെ എല്ലാം നീ പ്രവീണിന്റെ അടുത്ത് നിന്ന് അറിഞ്ഞ ശേഷം പ്രവീൺ സജസ്റ്റ് ചെയ്തു വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനും എൻ്റെ അമ്മയും കൂടി ഇയാളുടെ വീട്ടിൽ പോയി. വീട്ടിൽ പോയപ്പോൾ ഇയാളുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു അവിടെ. അമ്മേനെ കണ്ടു, ഞാൻ കാര്യം പറഞ്ഞു. അപ്പൊ അമ്മ ഇയാളെ വിളിച്ചു. അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു, കണ്ണൻ ദുബായിലൊന്നും പോയിട്ടില്ല, കണ്ണൻ ഇവിടെ തന്നെ ഉണ്ട്, കൊച്ചി തന്നെ ഉണ്ടല്ലോ പറഞ്ഞു. അപ്പൊ നമുക്കൊന്ന് വിളിച്ചു വരുത്താൻ പറ്റുമോ ചോദിച്ചു. അങ്ങനെ അമ്മ വിളിച്ചു വരുത്തി. ഞാൻ അവിടെ 8 മണിക്ക് എത്തിയതാണ്. ഇയാളൊരു 12 മണിയാകുമ്പോഴേക്കും അവിടെ എത്തി. എന്നിട്ട് എന്നെ കണ്ടതും എൻ്റെ കാറ് താഴെ കണ്ടിട്ട് ആൾ വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. എന്നെ കണ്ട ആൾക്ക് ഒരു ഭാവം വ്യത്യാസം ഉണ്ടായിരുന്നില്ല. എന്നോട് പറഞ്ഞു ഞാനിത് എക്സ്പെക്ട് ചെയ്തതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനും നിങ്ങളെ ദുബായ് കാണാൻ വന്നതാണ് പറഞ്ഞു. ഇയാള്
ഉടനടി പറഞ്ഞു എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. അപ്പം നിങ്ങളെങ്ങനെ ഇപ്പോഴും ഇങ്ങനെ പറയാം? എപ്പോഴാണ് ഇത് പറയുന്നത്? ഏത് 2000? ഇപ്പോൾ 2025 മാർച്ചിൽ. അപ്പം എന്നോട് പറയാ എനിക്ക് നിന്നെ. ഈ കൂടിക്കാഴ്ച ഉണ്ടാവുന്നത് നിങ്ങൾ തമ്മിൽ എത്ര മാസത്തിന് ശേഷം? ഡിസംബറിന് ശേഷം. അത് ഫോൺ വിളി ബന്ധമോ ഒന്നുമില്ല, ഫോൺ മാത്രം. അതിനിടെ ദുബായിലാണെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഈ പ്രവീൺ പറഞ്ഞല്ലോ ഇയാൾ ദുബായിലില്ല എന്നുള്ളത്. അത് പറഞ്ഞപ്പോൾ ഇയാൾ എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ദിവസം വീഡിയോ കോളും ചെയ്തു. വീഡിയോ കോൾ ചെയ്തിട്ട് ഇയാൾ വേറെ ഫ്ലാറ്റ്, ഇപ്പം താമസിക്കുന്ന ഫ്ലാറ്റിൽ നിന്നായിരിക്കണം വീഡിയോ കോൾ ചെയ്തത്. അപ്പോഴും ഞാൻ പറഞ്ഞു ഒന്ന് എനിക്ക് പുറം കാണിച്ചതാ, ഞാൻ ദുബായിയുടെ ഇൻഫ്രാസ്ട്രക്ചർ. ഇത്രക്ക് വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ നീ എന്നെ വിശ്വസിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്തു. എന്നിട്ട് ഈ വീട്ടിൽ ചെന്നിട്ട് ഇയാൾ എന്നോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതിന് താല്പര്യമില്ല, എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ ആദ്യം മുതലേ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു ആദ്യം മുതലേ താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനെന്നെ അഡ്രസ്സ് ചെയ്തു? നിങ്ങൾ എന്തിനെന്നെ എന്നോട് ഇത് ചെയ്തു? ഇത്രയും നിങ്ങൾ എന്തിനു ചെയ്തു? അപ്പോൾ സൈഡിൽ ഇയാൾ അച്ഛനുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു അവന് താല്പര്യമില്ല എന്ന് പറഞ്ഞില്ലേ, ഇതൊരു കല്യാണാലോചനയല്ലേ, നിങ്ങൾ തമ്മിൽ ഫിസിക്കൽ ബന്ധങ്ങളൊന്നും ഇല്ലല്ലോ, അപ്പൊ പിന്നെ ഇനി അതിനെ കൊണ്ട് സംസാരിക്കണ്ട പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ ആര് പറഞ്ഞു ഫിസിക്കൽ ബന്ധം ഇല്ലാന്ന്? നിങ്ങളുടെ മകൻ എന്നെ കൊണ്ട് 2 തവണ അബോർട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു എന്തായാലും അവന് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ഇനി ഇവിടുന്ന് സംസാരിക്കണ്ട പറഞ്ഞു. ഞാൻ അമ്മേനോട് പോവാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പോവാന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഇവിടുന്ന് ഇറങ്ങിയ 5 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ മകൻ എന്നെ വിളിക്കുമെന്ന് പറഞ്ഞു. 5 മിനിറ്റ് ആയില്ല, ഞാൻ ഇറങ്ങി ഫ്ലാറ്റിൽ നിന്ന് കാറ് പുറത്തെടുത്തു. എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിട്ടില്ല, മൊത്തം ഷിവറായിട്ട്. അപ്പോൾ ഇയാളെന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഞാൻ എന്ത് പണിയാടോ കാട്ടിയത്, പെട്ടെന്ന് അങ്ങനെ വീട്ടിൽ കയറി വന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക? ഇവരോടാണ് ഈ കാര്യം പറഞ്ഞിട്ട് കൂടിയില്ല. ശരിയാണ്, അവർക്ക് കാര്യത്തെക്കുറിച്ച് അറിയുന്നേ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഇയാൾ എന്നോട് പറഞ്ഞു താൻ എനിക്കൊരു 3 ദിവസം സമയം എന്താ, ഈ 3 ദിവസത്തിനുള്ളിൽ ഞാൻ ഇവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഞാൻ നിൻ്റെ അടുത്ത് തിരിച്ചു വരാമെന്ന് പറഞ്ഞു. 3 ദിവസം നമ്മൾ കല്യാണത്തിൻ്റെ കാര്യമൊന്നും സംസാരിക്കില്ല, ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം ഞങ്ങൾക്ക്. ആ 3 ദിവസം ഹായ് ബായ് മാത്രമായി. 3-ാമത്തെ ദിവസം വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. 4-ാമത്തെ ദിവസം കാലത്ത് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് ഇതിനോട് താല്പര്യമില്ല, ഞാൻ നിനക്കെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്, ഒരു സിവിൽ സൂട്ട് ഫയൽ ചെയ്തിട്ടുണ്ട് പറഞ്ഞു. സിവിൽ സൂട്ട് ഏതാന്ന് പോലും എനിക്കറിയില്ല, എന്താന്ന് ചോദിക്കാനുള്ള സമയം കിട്ടിയില്ല. ഇയാൾ കോള് കട്ട് ചെയ്തു. ഉടനെ തന്നെ എനിക്കൊരു വാട്സാപ്പ് മെസ്സേജ് വന്നു, മൈ ആൻസർ ഇസ് സ്റ്റിൽ നോ, ഐ ഹവ് ഫൈൽഡ് എ സിവിൽ സൂട്ട് എഗെയിൻസ്റ്റ് യു, പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ എനിമോർ എന്ന് പറഞ്ഞിട്ട് എന്നെ ബ്ലോക്ക് ചെയ്തു, എൻ്റെ മക്കളെ ബ്ലോക്ക് ചെയ്തു, എല്ലാം ബ്ലോക്ക് ചെയ്തു. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞിട്ടുണ്ടായില്ല. ഞാൻ ആകെ പാനിക്കായി, കരച്ചിലായി. അപ്പോൾ മോളുടെ ഒരു ഫ്രണ്ട് ത്രൂ ആണ് ഇവിടെ ഒരു സ്റ്റിയ ശിവൻ പറഞ്ഞിട്ടൊരു അഡ്വക്കേറ്റിനെ കോൺടാക്ട് ചെയ്തു. കൊച്ചിയിലോട്ടേക്ക് വന്നു. അങ്ങനെ അഡ്വക്കേറ്റ് ഇയാളെ കോൺടാക്ട് ചെയ്തു. അഡ്വക്കേറ്റ് ഇയാളെ വിളിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, എൻ്റെ അഡ്വക്കേറ്റിനോട് സംസാരിച്ചു. അപ്പം എന്നോട് എൻ്റെ അഡ്വക്കേറ്റ് പറഞ്ഞു ഇത് ഒരു ഫ്രോഡ് കേസാണ്, നമുക്ക് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഈ ഫ്ലാറ്റിൻ്റെ അഡ്രസ്സ് വരുന്നത് ഫ്ലാറ്റ് ഇതാണ് ആബാദ് ഒയാസിസ് ആണ്, ഇടപ്പള്ളിയാണ്. അപ്പം അത് എളമക്കര പോലീസ് സ്റ്റേഷനിലാണ് ഞങ്ങൾ കംപ്ലയിൻറ്റ് കൊണ്ട് പോയത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവിടെ ഒരു SI ഉണ്ടായിരുന്നു, മിസ്റ്റർ മനോജ്. അപ്പോൾ അയാൾ ആദ്യം കംപ്ലയിൻറ്റ് വായിച്ചു, എന്നിട്ട് പറഞ്ഞു 376 ആണല്ലോ. എന്നിട്ട് ഇയാളുടെ വേറബൌട്ട്സ് ഒക്കെ എടുത്തു, ആൾ എന്ത് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ബിസിനസ്സാണ് എൻ്റേത്. അപ്പോൾ ഞാൻ പറഞ്ഞു ആൾ LLB പഠിച്ച ആളാണ് ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് അയാളൊന്ന് വിളിക്കട്ടെ, ഞാൻ ഒരു സൈഡ് മാത്രമല്ല ഒന്നും കൂടി കേൾക്കണ്ടേ. എന്നിട്ട് അയാളെ വിളിച്ചു. അയാളെ വിളിച്ചിട്ട് അപ്പോൾ അയാൾ കോൾ എടുത്തിട്ട് പറഞ്ഞു ഞാൻ 10 മിനിറ്റ് കൊണ്ട് തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചു. അപ്പം 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇയാൾ വിളിച്ചില്ല. അപ്പോൾ ഈ മനോജ് സായി വീണ്ടും അയാളെ വിളിച്ചു. എന്നിട്ട് അയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് മാഡം, നമുക്ക് നോക്കാം, നിങ്ങളൊരു കാര്യം ചെയ്തോ, നിങ്ങൾ ഇന്ന് പോയിക്കോ, ഇന്ന് മൊഴി തരണ്ട, കാരണം അയാൾ LLB ഒക്കെ പഠിച്ച ആളല്ലേ. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ മൂവ് ചെയ്യും, ഇന്ന് തന്നെ മൂവ് ചെയ്യും. അപ്പോൾ പിന്നെ നമുക്കത് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഞാനിതിവിടെ ഡയറി എൻട്രി ഇടാം, നമുക്ക് അവന് നിങ്ങൾക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇന്ന് തിരിച്ചു പോയിക്കോ, ഞാൻ വിളിച്ചിട്ട് വന്നാൽ മതി. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായ വക്കീൽ പറഞ്ഞു വേണ്ട, ഞങ്ങൾ ഇന്ന് മൊഴി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പറഞ്ഞു വക്കീലോടും അമ്മേനോട് ഒന്ന് പുറത്ത് നിൽക്കി എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു തന്നു വക്കീലന്മാർക്ക് ഇതൊരു കേസാണ്, അത് നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങളിതൊരു ജെന്യൂൻ കേസാണ്, നിങ്ങൾക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടോ, നിങ്ങൾ പൊയ്ക്കോ, ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി പറഞ്ഞ് കൺവിൻസ് ചെയ്തു. ഞാൻ എൻ്റെ വക്കീലിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് SI പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് SI പറയുന്നത് ജെന്യൂനായിട്ട് തോന്നുന്നുണ്ട്? ഞാൻ പറഞ്ഞു നീതി വാങ്ങിച്ച് തരുമെന്ന് ഉറപ്പാണ് SI പറയുന്നത്, അതെനിക്ക് ജെന്യൂനായിട്ടാണ് തോന്നുന്നത് പറഞ്ഞു.
അപ്പം അങ്ങനെയാണ് കേസ് ഫയൽ ചെയ്തു. കേസ് ഫയൽ ചെയ്തില്ല, എന്നോട് തിരിച്ചു വരാൻ വേണ്ടി പറഞ്ഞു. തിരിച്ചു പോകാനാണ് SI പറഞ്ഞത്. അപ്പം ഞാനത് വക്കീലെടുത്ത് പറഞ്ഞപ്പോൾ വക്കീൽ എന്നോട് ചോദിച്ചു അതെനിക്ക് ജെന്യൂനായിട്ട് തോന്നുന്നുണ്ടോ. ആ SI വളരെ ജെന്യൂനായിട്ട് പറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പം അങ്ങനെ ഞാൻ തിരിച്ചു വന്നു. ഞാൻ തിരിച്ച് നാട്ടിലോട്ടേക്ക് വന്നു. ഇത് സംഭവിക്കുന്നത് ഏപ്രിൽ 1-ാം തീയതിയാണ്. ഏപ്രിൽ 10-ാം തീയതി ഈ മനോജ് SI എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, മാഡം രാക്കിന്ത് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ഞാൻ ചോദിച്ചു രാക്കിന്തിൻ്റെ മൊഴി എടുത്തു എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു രാക്കിന്തിൻ്റെ മൊഴി എന്തിനാണ് എടുക്കുന്നത്, കംപ്ലയിൻറ്റ് ഞാനല്ലേ തന്നത്. അല്ല ഞാനന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലേ അയാൾ മുൻകൂർ ജാമ്യത്തിന് പോകുന്നു. അയാൾ മുൻകൂർ ജാമ്യത്തിന് പോയി, അപ്പോൾ ഞാനിവിടെ കേസില്ല എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇവിടുന്ന് ഒരു പോലീസുകാരൻ ലാലു എന്ന് മറ്റോ പറഞ്ഞിട്ടൊരു പോലീസുകാരൻ നിങ്ങളെ വിളിക്കും, നിങ്ങൾ ഫോൺ എടുക്കരുത് കേട്ടോ, അവന് നല്ല ഹോൾഡുള്ള ആളാണ്, അവൻ ഇവിടെ എന്തൊക്കെയോ കളിക്കുന്നുണ്ട്, പിന്നെ നിങ്ങളുടെ മൊഴി ഫോണിലെ കൂടെ രേഖപ്പെടുത്തേണ്ട പരിപാടിയാണ് ഇവർ, അത് നിങ്ങൾ ഫോൺ എടുക്കരുത് പറഞ്ഞു. അപ്പോൾ ഒരു നമ്പറിൽ നിന്ന് എനിക്ക് കോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ നമ്പറാണോ ചോദിച്ചു. ഇതിൻ്റെയൊക്കെ റെക്കോർഡിങ്സ് എൻ്റെ കയ്യിലുണ്ട്. ഈ പോലീസുകാരുടെ സഹായം ലഭിച്ചു. ഈ പറയുന്ന ഫോൺ റെക്കോർഡ്സിൻ്റെ ഒക്കെ കോൾ റെക്കോർഡ്സ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. ഈ മനോജ് SI സംസാരിക്കുന്നതൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഈ നമ്പറാണോ ചോദിച്ചു. അപ്പോൾ പറയുന്നു അതെ ഈ നമ്പറാണ്, നിങ്ങൾ എടുക്കണ്ട പറഞ്ഞു. പിന്നെ വൈകിട്ടായപ്പോൾ എനിക്ക് വേറൊരു നമ്പറിൽ നിന്ന് കോൾ വന്നു. അതിൽ നിന്ന് എനിക്കൊരു മെസ്സേജ് വന്നു CI എളമക്കര പറഞ്ഞിട്ട്. അപ്പോൾ CI എളമക്കര എന്ന് കണ്ടു. പിന്നെ അയാൾ വിളിച്ചപ്പോൾ ഞാൻ കോൾ എടുത്തപ്പോൾ ഇയാൾ എന്നോട് പറഞ്ഞു ഞാൻ CI ആണ്, എളമക്കരയിൽ നിന്നാണ്, നിങ്ങളിങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് അത് കോംപ്രമൈസ് ചെയ്യാൻ താല്പര്യമുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല പറഞ്ഞു. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു നിങ്ങൾ വന്നിട്ട് മൊഴി തരണം അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു ശരി ഞാൻ വന്ന് തന്നോളാം, എപ്പോൾ വരാൻ പറ്റും ചോദിച്ചു. ഞാൻ എപ്പോൾ വരാൻ പറ്റും എന്നറിയില്ല സാർ, ഞാൻ വരാമെന്ന് പറഞ്ഞു ഫോൺ വെച്ചു. ഞാൻ വെരി നെക്സ്റ്റ് ഡേ വന്നു, എളമക്കര പോലീസ് സ്റ്റേഷനിൽ പോയി. അപ്പം ഒരു മെലിഞ്ഞിട്ടൊരു ആൾ വന്നു. അയാൾ ഈ ലാലു എന്ന് പറയുന്ന പോലീസുകാരനായിരുന്നു. അയാൾ എന്നോട് പറഞ്ഞു നിങ്ങൾ മറ്റേ മനോജ് SI പറഞ്ഞ കേസല്ലേ, നിങ്ങൾ ഇന്ന് എന്തിനാ വന്നേ, ഇന്ന് മനോജ് SI ഇവിടെ ഇല്ല, നിങ്ങൾ ഇന്ന് പൊയ്ക്കോ, മനോജ് SI വന്നിട്ടാകുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ കൂടെ ഉണ്ടായ വക്കീൽ പറഞ്ഞു ഇല്ല ഞങ്ങൾ CIനെ കാണാൻ വേണ്ടി വന്നതാണ്, ഞങ്ങൾ മൊഴി തരാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അപ്പോഴാണോ അങ്ങനെയാണോ എങ്കിൽ നിങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞിട്ട് അയാൾ പോയി. എന്നിട്ട് ഞങ്ങൾ CIനെ കണ്ടു. അപ്പോൾ CI എന്നോട് ചോദിച്ചു ഇത്രയൊക്കെ പ്രായമൊക്കെ ആയില്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കാനുള്ള അറിവുണ്ടായിട്ടില്ലേ ചോദിച്ചു. ഞാൻ CIയുടെ അടുത്ത് പറഞ്ഞു സാർ ഞാനൊരു ഡേറ്റിംഗ് ആപ്പിലല്ല ഞാൻ രജിസ്റ്റർ ചെയ്തത്, ഞാനൊരു ജീവിതത്തിന് വേണ്ടിയിട്ട് ഒരു മാട്രിമോണി സൈറ്റിൽ രജിസ്റ്റർ ചെയ്തതാണ്. ഡേറ്റിംഗ് ആപ്പാണെങ്കിൽ നമുക്ക് സംശയിക്കാം, ഈ മാട്രിമോണി സൈറ്റിൽ ജെന്യൂൻ ആയിട്ടുള്ള കേസസ് ആണെന്നാണ് വിചാരിച്ചത്. അതുകൂടാതെ ഇയാളെ ഞാൻ ഫോണിലെ കൂടെ പരിചയപ്പെട്ടിട്ട് മാത്രം ഇയാളെ തേടി വന്ന പേഴ്സൺ അല്ല ഞാൻ. ഇയാൾ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അച്ഛനും അമ്മേനെയും കണ്ട് എൻ്റെ അച്ഛനമ്മയുടെ പെർമിഷനോട് കൂടിയിട്ട് എന്നെ വിളിച്ചുകൊണ്ടുപോയ ആളാണ്. എന്നിട്ടാണ് എന്നോട് ഈ ക്രൂരത ചെയ്തത്. ഞാൻ പിന്നെ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പോൾ CI എന്നോട് പറഞ്ഞു നിങ്ങൾ മൊഴി കൊടുത്തു എന്ന്. മൊഴി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലേഡി കോൺസ്റ്റബിളിൻ്റെ മുന്നിൽ പോയി ഇരുന്നു. ആ ലേഡി ലാപ്ടോപ്പ് തുറന്നു. എന്നിട്ട് എന്നോട് കഥ പറ, എന്നാലും എനിക്കിത് ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ പറഞ്ഞു. അപ്പോൾ ഇയാളുടെ പേര് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു രാക്കിൻ സുബ്രഹ്മണ്യൻ എന്നാണ് ഇയാളുടെ പേര് എന്ന് പറഞ്ഞു. അപ്പാടും അവിടെ ഒരു പോലീസുകാരനെ ഇരിക്കണ്ടായിരുന്നു. സാറേ ഇത് മറ്റേ കേസല്ലേ, CIയോട് ചോദിച്ചേ ഇത് മൊഴിയെടുക്കണോന്ന്. രാക്കിൻത്ത് മിഞ്ഞാന്ന് വന്ന ആളില്ലേ സാറേ. അപ്പോൾ ഇയാൾ പോയി CIയുടെ അടുത്ത് പോയപ്പോൾ CI പറഞ്ഞു മൊഴിയെടുക്കണം എന്ന് പറഞ്ഞു. സാർ എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് അകത്തിരിക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവരുടെ ഡ്രസ്സിങ് റൂമിൽ പോയി. അപ്പോൾ അവിടെ വേറൊരു ലേഡിയും 2 പോലീസുകാരുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു ലേഡി എന്നോട് പറഞ്ഞു എന്താ പറ്റിയേ, എന്താ ചോദിച്ചു. ഒരു ഇതായിട്ട് ഞാൻ എന്താ പറയുക, എങ്ങനെയാണ് ഞാൻ പറഞ്ഞു കൊടുക്കുക, ഒരു 1 വേർഡ് ആൻസർ എനിക്കിതിന് പറയാനില്ല. അല്ല ഞാൻ ഈ കഥ എന്താണെന്ന് എനിക്കറിയില്ല, അപ്പം എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് അറിയുന്നുണ്ടായിട്ടില്ല എനിക്ക്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ആ ലേഡി ഒരു ഡയലോഗും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എന്താ ചോദിച്ചപ്പോൾ പറയാൻ മടി അല്ല, അതായത് ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്തിട്ട് അവിടെ പോയ പോലത്തെ ഒരു റെസ്പോൺസാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. അതിനുശേഷം ഈ ലേഡി പറയുന്നത് പോലെ തന്നെ ഫ്ലാറ്റ് എവിടെയാ, ഫ്ലാറ്റിൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ഗൂഗിൾ ചെയ്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇത് നമ്മുടെ സ്റ്റേഷൻ പരിധിയിൽ വരുന്നതല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതേ സംഗതി എന്നോട് മനോജ് SI ഫോൺ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ അതായത് ഈ മൊഴിയെടുക്കാൻ നിങ്ങളുടെ ഫോൺ ഇങ്ങനെ നോക്കും, പിന്നെ അതുകൂടാതെ മാഡം ഇത് പിന്നെ നമ്മുടെ സ്റ്റേഷൻ പരിധിയിൽ വരുന്നതല്ല. അയാൾ പറഞ്ഞു പാലാരി വട്ടോ തൃക്കാക്കരയോ അങ്ങനെയാണ്ട് വരിക എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് തന്നെ ഇവർ CIയുടെ റൂമിൽ വിളിച്ചു കൊണ്ടുപോയി അവിടെ ഹാങ് ചെയ്ത മാപ്പിൻ്റെ അകത്ത് കാണിച്ചിട്ട് പറഞ്ഞു ഇതിങ്ങനെ ഈ റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡ് എളമക്കരയും ഓപ്പോസിറ്റ് സൈഡ്
കളമശ്ശേരിയാണ് വരിക എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ കളമശ്ശേരിയാണ് പോണ്ടേന്ന് പറഞ്ഞു. അപ്പോൾ കൂടെ ഉണ്ടായ അഡ്വക്കേറ്റ് ചോദിച്ചു, സാർ അപ്പം ഞങ്ങൾ കളമശ്ശേരിയിലേക്ക് വേറെ കംപ്ലയിൻറ്റ് കൊടുക്കണമെന്ന്. വേണ്ട, നിങ്ങൾ വേറെ കംപ്ലയിൻറ്റ് കൊടുക്കണ്ട, ഈ കംപ്ലയിൻറ്റ് ഞാൻ അങ്ങോട്ടേക്ക് ഫോർവേഡ് ചെയ്തോളാം, ഞാൻ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കളമശ്ശേരിയിലെത്തി. കളമശ്ശേരിയിൽ നിന്ന് ഒരു ഷൈജ എന്ന് പറയുന്ന SI സബ് ഇൻസ്പെക്ടർ, അവരാണ് എന്നെ മൊഴിയെടുത്തത്. അവർ മൊഴിയെടുത്തു. അന്ന് വൈകിട്ട് തന്നെ മെഡിക്കൽ കഴിഞ്ഞു. പക്ഷേ മജിസ്ട്രേറ്റ് വിഷുവിൻ്റെ തലേന്നായതുകൊണ്ട് മജിസ്ട്രേറ്റ് ഉണ്ടായിരുന്നില്ല. മജിസ്ട്രേറ്റ് 15th മറ്റേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു അന്ന് വരാൻ വേണ്ടി പറഞ്ഞു. തിരിച്ചു വിട്ടു. ഞാൻ 15-ാം തീയതി വന്നു. വരുന്ന ടൈം ഈ മനോജ് SI വീണ്ടും എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, എന്തായി മാഡം നിങ്ങളത് നിങ്ങൾ ഇത് കൊടുത്തോ, മൊഴി കൊടുത്തോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ ഞാൻ മൊഴി കൊടുത്തു. ആണോ, ശരി എന്ന് പറഞ്ഞിട്ട് വെച്ചു. രണ്ടാമത് ഇയാൾ എന്നെ വിളിച്ചു, മാഡം ഇവിടെ നോക്കിയിട്ടൊന്നും കാണുന്നില്ലല്ലോ, നിങ്ങൾ എവിടെയാ മൊഴി കൊടുത്തേ ചോദിച്ചു. പോലീസല്ലേ. ഒരിക്കൽ ഞാൻ എൻ്റെ മനസ്സിലൊരിക്കൽ ചിന്തിച്ചു പറയണോ, പിന്നെ ഞാൻ വെച്ചു പോലീസല്ലേ, ഞാൻ വേറെ ഒന്നും ആലോചിച്ചില്ല. ഞാൻ പറഞ്ഞു കളമശ്ശേരിയാണെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് മജിസ്ട്രേറ്റിൻ്റെ ഓഫീസിലെത്തി. മജിസ്ട്രേറ്റിന് മൊഴി കൊടുത്തു. ഞാൻ വക്കീലിൻ്റെ ഓഫീസിലെത്തുമ്പോഴേക്കും രാക്കിന്ത് 3 ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് തൃക്കാക്കര, രണ്ടാമത്തത് കണ്ണൂർ, മൂന്നാമത് ഈ മനോജ് SI എന്നെ വിളിച്ച ശേഷം മൂന്നാമത്തെ ബെയിൽ ആപ്ലിക്കേഷൻ കളമശ്ശേരി. മനോജ് SI കൃത്യമായ വിവരം പറഞ്ഞു കൊടുത്ത ശേഷമാണ് ഇവർ കളമശ്ശേരിയിലേക്ക് ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്തത്. നിങ്ങളെ ഈ ആളും ഈ പോലീസും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. അവസാനം എങ്ങനെയാണ് ഇത് കോടതിയിൽ? എന്നിട്ട് കളമശ്ശേരിയിൽ ഞാൻ മൊഴി കൊടുത്തു. ഇതൊക്കെ കഴിഞ്ഞു. FIR ഇട്ടു. എന്നിട്ട് അവിടുന്ന് ഒരു ഈ FIR ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു മാഹിൻ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റബിൾ, അയാൾ ആണ് ഈ കേസിന് ഇയാളെ പിടിക്കേണ്ടത്. ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു. ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു അവൻ്റെ നമ്പർ ഓഫാണ്, ഞങ്ങൾ ട്രാക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ തിരിച്ച് നാട്ടിലോട്ടേക്ക് വന്നു. അപ്പോൾ ഈ കളമശ്ശേരിയിലേക്ക് ഇയാളെ ഓൾറെഡി ബെയിലിട്ടല്ലോ. അപ്പോൾ വൈകിട്ടായപ്പോൾ ഈ മാഹിൻ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു അവന് ഭയങ്കര ഹോൾഡാണ്, അവൻ ഇന്ന് തന്നെ ബെയിലിട്ടിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ വന്നു, അയാള് അറസ്റ്റ് ചെയ്യരുത് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു അയാൾക്ക് നോട്ട് ടു അറസ്റ്റ് ഇല്ലല്ലോ, അയാളൊരു ബെയിൽ ആപ്ലിക്കേഷൻ അല്ലേ, ആന്റിസിപ്പേറ്ററി ബെയിൽ ആപ്ലിക്കേഷൻ അല്ലേ ഇട്ടത്, അപ്പോൾ ഒരു റേപ്പ് അക്യൂസ്ഡിനെ പിടിക്കാൻ പറ്റില്ലേ? ഇല്ല, കോടതിയിലെ പരിഗണനയിലുള്ള കേസിൽ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ വെയിറ്റ് ചെയ്തു. സെഷൻസ് കോർട്ടിലേക്ക് എത്തി. സെഷൻസ് കോർട്ടിൽ നിന്ന് ഇയാളുടെ ബെയിൽ റിജക്റ്റ് ചെയ്തു. സെഷൻസ് കോർട്ടിൽ ബെയിൽ റിജക്റ്റ് ചെയ്യുന്ന സമയം വരെ ഈ മാഹിൻ എന്ന് പറയുന്ന ആളെടുത്തും ഈ ഷൈജ എന്ന് പറയുന്ന ലേഡിയുടെ അടുത്തും ഞാൻ കോൺടാക്റ്റിലുണ്ടായിരുന്നു. അപ്പം അവരെന്നോട് പറഞ്ഞത് സെഷൻസ് കോർട്ടിൽ നിന്ന് റിജക്റ്റ് ചെയ്താൽ ഇവരെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. സെഷൻസ് കോർട്ടിൽ നിന്ന് റിജക്റ്റ് ചെയ്യുന്നതിൻ്റെ അന്ന് വൈകിട്ട് മാഹിൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ചോദിച്ചു, എന്തായി മാഡം, ഓർഡർ വന്നോ, എന്തായി എന്ന് അറിഞ്ഞോ? അപ്പം അന്ന് ഓർഡർ ഓൺലൈൻ അപ്ലോഡ് ആവുക ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ല സാർ, ഞങ്ങളിതാ ഇവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്, അവനെ ഞങ്ങൾ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു സാർ എനിക്കും അറിയാം ആൾ എവിടെ ഉണ്ടെന്നുള്ളത്, ക്ലിയർലി എനിക്കും അറിയാം. ഞാൻ സ്ഥലം പറഞ്ഞു, അവരും പറഞ്ഞു ആ സ്ഥലത്ത് തന്നെയാണ് ഉള്ളത് എന്നുള്ളത് അവരും പറഞ്ഞു. എന്നിട്ട് 8 മണിക്ക് ഓർഡർ അപ്ലോഡായി. 8 മണിക്ക് ഓർഡർ അപ്ലോഡായിട്ട് ഞാൻ എൻ്റെ വക്കീലിന് അയക്കുന്നതിനേക്കാളും മുൻപ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ മാഹിനെ അയച്ചു കൊടുത്തു. അപ്പോൾ ഇയാൾ എന്നോട് പറയാം ഞാനൊരു ഫംഗ്ഷനിലാണ്. ഞാൻ ചോദിച്ചു സാർ പിന്നെ നിങ്ങൾ എന്തിനെന്നെ ഇങ്ങനെ വിട്ടിയാക്കി ഇത്ര നേരം? എന്താ മാഡം, ഞാനൊരു ഫംഗ്ഷന് വന്നതാണോ തെറ്റ്? ഞാൻ പറഞ്ഞു സാർ ഫംഗ്ഷന് വന്നതൊന്നും അല്ല തെറ്റ്, പക്ഷെ നിങ്ങൾ എന്തിനെന്നോട് നിങ്ങൾ സജ്ജമായി നിൽക്കുകയാണ്, ഈ ഓർഡർ കിട്ടിയാൽ ഉടനെ നിങ്ങൾ പുറപ്പെടാം. അപ്പോൾ എന്നോട് പറയാം അയാൾ എനിക്ക് CIയുടെ ഓർഡർ കിട്ടണം അയാളെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഞാൻ പറഞ്ഞു നിങ്ങളുടെ CI എന്താ ഓർഡർ തരാത്തത്? CI നാളെ കാലത്ത് കണ്ടിട്ട്. ഞാൻ പറഞ്ഞു നാളെ കാലത്ത് കണ്ടിട്ട് അങ്ങനെയാണോ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പോവുക? അപ്പോഴേക്കും അയാൾ അവിടുന്ന് മൂവ് ഔട്ട് ചെയ്യില്ലേ? എന്നിട്ട് ഇവർ പിറ്റത്തെ ദിവസം വൈകുന്നേരം, അതായത് ഇത്രയും സമയം ആൾക്ക് കൊടുത്തു, അയാൾക്ക് അവിടുന്ന് മാറേണ്ട സമയം കൊടുത്തു. എന്നിട്ട് പിറ്റത്തെ വൈകുന്നേരം ഇവർ തൃശ്ശൂരിൽ പോയിട്ട് അയാളുള്ള സ്ഥലത്ത് അന്വേഷിച്ചു. എന്നിട്ട് അവിടെ അയാളില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. നെക്സ്റ്റ് ഡേ ഓർഡർ കിട്ടിയല്ലോ, ഓർഡർ അപ്ലോഡായി. ഇവർ കോർട്ടിൽ നിന്ന് ഇത് വാങ്ങിച്ചു. ഇവർ ഹൈക്കോർട്ടിലേക്ക് ബെയിലിന് മൂവ് ചെയ്തു. അപ്പോൾ ഇവർ പുതിയ കഥയും കൊണ്ടുവന്നു. ഹൈക്കോർട്ടിൻ്റെ പരിഗണനയുള്ള കേസാണ്, അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോഴും ഞാൻ ചോദിച്ചു സർ നോട്ട് ടു അറസ്റ്റ് ഓർഡർ ഇല്ല, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നില്ല? അപ്പാട് ഇയാൾ എന്നോട് പറഞ്ഞു മാഡം ഒന്ന് മനസ്സിലാക്കണം, അവൻ അത്രക്ക് ഹോൾഡ് ഉണ്ട്, അതുകൊണ്ടാണ് ഇത്. ഞാനല്ല, എൻ്റെ മേലുദ്യോഗസ്ഥൻ പറഞ്ഞാൽ മാത്രമേ എനിക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ മേലുദ്യോഗസ്ഥനെ അന്ന് FIR ഇട്ട ദിവസം ഞാൻ മിസ്റ്റർ ലത്തീഫ് എന്ന് പറഞ്ഞ CIനെ ഞാൻ അന്ന് നേരിട്ട് പോയി കണ്ട് കാര്യങ്ങൾ പറഞ്ഞതാണ്. പക്ഷേ
അയാൾ വളരെ ലൈറ്റായിട്ടാണ് കാര്യങ്ങളെ എടുത്തത്. ഒരുപാട് ഫേക്ക് കേസസ് വരുന്നത് കൊണ്ടായിരിക്കാം, പക്ഷെ എന്നാലും അയാൾ വളരെ ലൈറ്റായിട്ട് കാര്യങ്ങൾ എടുത്തു. നിങ്ങൾ എന്ത് കുറ്റാണ് ചാർത്തിയിരിക്കുന്നത്? FIR-ൽ എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? FIR-ൽ രേഖപ്പെടുത്തിയിട്ടുള്ള 376 ഇട്ടിട്ടുണ്ട്, കണ്ടിന്യൂസ് റേപ്പ് ഇട്ടിട്ടുണ്ട്, മിസ്കാരേജിനെ ഫോഴ്സ് ചെയ്തതിന് അത് ഇട്ടിട്ടുണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. എന്നിട്ടാണ് ഇയാൾ അതുമല്ല ഈ പറയുന്ന സംഗതികൾക്കൊക്കെ സപ്പോർട്ടീവായിട്ടുള്ള തെളിവുകളും കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇവർ ഈ കേസിന് മെറിറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി വരെ എത്തി. സുപ്രീം കോടതി എന്തായിരുന്നു പറഞ്ഞത്? സുപ്രീം കോടതിയിൽ ഫസ്റ്റ് ആക്ച്വലി ഇവർ സുപ്രീം കോടതിയിൽ മൂവ് ചെയ്യുന്ന കാര്യം തന്നെ ഞാൻ അറിയുന്നത് പോലീസ് പറഞ്ഞിട്ടാണ്. ഷൈജ എന്ന് പറയുന്ന ലേഡി പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ഇയാൾ സുപ്രീം കോടതിയിൽ, അതായത് ഹൈക്കോർട്ടിലേക്ക് ഇയാൾ ബെയിലിന് അപ്ലൈ ചെയ്തു. എന്നിട്ട് ഇവർ അറസ്റ്റ് ചെയ്തില്ല. ഹൈക്കോർട്ടിൽ ബെച്ചു കുര്യൻ സാർ നല്ലൊരു ജഡ്ജ്മെന്റ് ഇട്ടു, ഡീറ്റെയിൽഡ് ജഡ്ജ്മെന്റ് ഇട്ടു. ഇയാൾക്ക് ബെയിൽ കൊടുക്കാൻ പറ്റില്ല പറഞ്ഞിട്ട് ബെയിൽ റിജക്ട് ചെയ്തുകൊണ്ടുള്ള ജഡ്ജ്മെന്റ് ഇട്ടു. എന്നിട്ട് ഇവർ അറസ്റ്റ് ചെയ്തില്ല. എന്നിട്ടും ഇവർ അന്നും ഇവരുടെ അടുത്ത് പോലീസിൻ്റെ അടുത്ത് ഞാൻ ക്ലിയർലി പറഞ്ഞു കൊടുത്തു ഇയാൾ ചെന്നൈയിലുണ്ട് അന്നേരം ബെയിൽ റിജക്റ്റ് ആവുന്ന ദിവസം. എന്നിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തില്ല, പോലീസ് പോയില്ല, അന്വേഷിച്ചില്ല. അതിനുശേഷം ഇയാൾ കൊച്ചിയിലെത്തി, അപ്പോഴേക്കും ഇവർ ചെന്നൈയിൽ പോയി. എന്നോട് പറഞ്ഞു 5 ദിവസം അവരവിടെ കിടന്ന് കറങ്ങി എന്ന് പറഞ്ഞു. പക്ഷേ അതൊക്കെ കള്ളായിരുന്നു. അവർ ഒരു ദിവസം മാത്രമേ ചെന്നൈയിൽ ഉണ്ടായിട്ടുള്ളൂ. സംശയം തോന്നിയിട്ട് ഞാൻ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ എനിക്ക് അറിയാൻ പറ്റി അവർ ബാംഗ്ലൂരാണ് പോയിട്ടുള്ളത്, കേസിൻ്റെ ആവശ്യത്തിന് ബാംഗ്ലൂർ. എന്നിട്ട് ഞാൻ ഈ ഷൈജ എന്ന് പറയുന്ന ലേഡീനെ വിളിച്ചപ്പോൾ എനിക്ക് കന്നഡയിലാണ് ഇത് വന്നത്. അപ്പം ചെന്നൈയിൽ ഉണ്ടാകുമ്പോൾ ഒരിക്കലും കന്നഡയിൽ വരില്ലല്ലോ. അത് കഴിഞ്ഞു. എന്നിട്ട് തിരിച്ച് വന്നിട്ട് ഷൈജ എന്നോട് ഒരുപാട് കണക്കും പറഞ്ഞു. അതായത് അവർക്ക് 500 രൂപക്ക് പെട്രോൾ അടിക്കേണ്ട സ്ഥലത്ത് 5000 രൂപക്ക് അടിക്കേണ്ടി വന്നു. പെട്രോളിൻ്റെ പൈപ്പ് ലീക്കായി, ഡീസലിൻ്റെ പൈപ്പ് ലീക്കായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെ ഗവൺമെൻറ് തരുന്നതല്ലേ. അപ്പോൾ പറഞ്ഞു ഗവൺമെൻറ് ഒക്കെ എപ്പോൾ തരാനാ, ഇതൊക്കെ ഞങ്ങൾ കയ്യിൽ നിന്ന് എടുത്തിട്ട്. ഇതേ ഡയലോഗ് എന്നോട് CI ലത്തീഫും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെന്നൈയിലാണ് റാക്കിന്ത് ഉള്ളതെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് അവിടെയൊക്കെ പോയിട്ട് അറസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആദ്യം ഫണ്ട് കിട്ടണം, ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടണം, ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാലേ ഞങ്ങൾക്ക് പോകാൻ പറ്റും. എൻ്റെ കയ്യിൽ നിന്ന് പൈസ ഇട്ടിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റില്ല. ഇതിൻ്റെയൊക്കെ ഫോൺ റെക്കോർഡിങ്സ് എൻ്റെ കയ്യിലുണ്ട്, ഈ പറയുന്നതിന്. ഇതൊക്കെ നിലവിലിപ്പം ബെയിലാണുള്ളത്. നിലവിൽ ബെയിലാണ്, സുപ്രീം കോടതി ബെയിൽ കൊടുത്തു. നിങ്ങൾ സമ്പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു. ഇതുകൊണ്ട് തന്നെയായിരിക്കണം ഒരു ലേഡിയും. അപ്പം നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ എന്തുകൊണ്ട് നിങ്ങൾ പിന്നെയും ഓരോ സ്ത്രീയും അതുകൊണ്ട് തന്നെ ആയിരിക്കണം സഹിച്ചു മുന്നോട്ട്. നിങ്ങൾ സമ്പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടിരിക്കുന്നു. ഇവിടുത്തെ പോലീസോ അല്ലെങ്കിൽ ഇവിടുത്തെ നീതിപീഠമോ നിങ്ങൾക്ക് അർഹിക്കുന്ന നീതി വാങ്ങിച്ചു തരാൻ അവർക്ക് സാധിക്കുന്നില്ല. ഹൈക്കോർട്ട് വരെ പറ്റിയെന്ന് ഞാൻ പറയും, പക്ഷെ ഹൈക്കോർട്ടിന്റെ അപ്പുറം നീതിപീഠം കേട്ടില്ല. സുപ്രീം കോടതി ഇപ്പം വിധി എഴുതിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാള് ഇൻവെസ്റ്റിഗേഷനോട് കോപ്പറേറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഇയാളെ സെഷൻസിന്ന് ജാമ്യം തള്ളിയപ്പോൾ ഇയാൾ ഇൻവെസ്റ്റിഗേഷനോട് കോപ്പറേറ്റ് ചെയ്തു. ഹൈക്കോർട്ടിൽ നിന്ന് ജാമ്യം തള്ളിയപ്പോൾ ഇയാൾ ഇൻവെസ്റ്റിഗേഷനോട് കോപ്പറേറ്റ് ചെയ്തു. പിന്നെ എങ്ങനെയാണ് സുപ്രീം കോടതി പറയുന്നത് ഇയാൾ ഇൻവെസ്റ്റിഗേഷനോട്? ഈ സുപ്രീം കോടതിയിൽ നിന്ന് ഇന്ററിം ബെയിൽ കിട്ടിയപ്പോൾ കളമശ്ശേരിയിലെ CI ഉണ്ടായിരുന്നില്ല. കളമശ്ശേരിയിലെ CI മിസ്റ്റർ ലത്തീഫ് പ്രൊമോഷനോടെ ട്രാൻസ്ഫർ ആയി. എന്നിട്ട് റാക്കിന്ത് ഇന്ററിം ബെയിൽ കിട്ടിയപ്പം കളമശ്ശേരിയിൽ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ഇവർ പറഞ്ഞു ഇത് എന്നോട് ഷൈജ പറഞ്ഞ വിവരമാണ്. കോൺടാക്ട് ചെയ്തപ്പോൾ ലത്തീഫ് CI പറഞ്ഞത്രേ എനിക്ക് ഇയാളെ കാണണ്ട, അടുത്ത CI വന്നിട്ട് ചെയ്തോളാം. പക്ഷെ എന്നിട്ടും ഇവരെ റാക്കിന്തിനെ വിളിച്ചു വരുത്തി റാക്കിന്തിന്റെ പൊട്ടൻസി ടെസ്റ്റ് എടുത്തു. എന്തിനാ? റാക്കിന്ത് ഇൻവെസ്റ്റിഗേഷനോട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പോലീസിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുകൂടാതെ ഞാൻ ഈ മാഹിൻ എന്ന് പറയുന്ന കോൺസ്റ്റബിളിനെ വിളിച്ചപ്പോൾ മാഹിൻ അതിനുശേഷം ഷൈജ എന്നോട് പറഞ്ഞത് എന്താ അറിയോ, ഈ ഹൈക്കോടതിയിൽ നിന്ന് ബെയില് തള്ളി റാക്കിന്തിനെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യം പറഞ്ഞപ്പോൾ ഷൈജ എന്നോട് പറഞ്ഞൊരു കാര്യം എന്താണ്, എന്താ ഹൈക്കോടതി മാത്രമേ ഇയാൾക്കുള്ളൂ, ഇയാൾക്ക് വേറെ കോടതി, ഇതിന് മേലെ വേറെ കോടതി ഇല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു അവരൊക്കെ നിങ്ങളെ ഒരു തെറ്റുകാരനായിട്ടാണ് കണ്ടത്. ആണ്. എന്നോട് പോലീസ് സ്റ്റേഷനിൽ പോയപ്പം അവരെ പെരുമാറ്റം എന്നോട് നേരിട്ടിട്ട് പറയാ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എപ്പോഴും വിക്ടിമിന്റെ കൂടെയാണെന്ന് പറയും. പക്ഷെ സപ്പോർട്ട് കൊടുക്കുന്നത് മുഴുവൻ അക്യൂസ്ഡിനാണ്. ഈ പൊതുസമൂഹം നിങ്ങളുടെ ഈ ഒരു വാദത്തെ അംഗീകരിക്കും തോന്നുന്നുണ്ടോ? കാരണം ആദ്യം നിങ്ങളിതിൽ റേപ്പാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആ റേപ്പിന് ശേഷം നിങ്ങൾ വീണ്ടും അയാളുമായിട്ട് ബന്ധപ്പെട്ടു. നിങ്ങൾ എത്ര തവണ ഈ സെക്ഷലി അയാളുമായിട്ട്? 2 വർഷം.
അപ്പൊ പിന്നെ അതിനെ റേപ്പായിട്ട് കാണാൻ പറ്റുമോ? ആദ്യത്തെ റേപ്പ് തന്നെയല്ലേ. അല്ല അപ്പോഴെന്തുകൊണ്ട് പറഞ്ഞില്ലേ, ഞാൻ പോയി പെട്ടുപോയി. ഞാൻ എന്താ ചെയ്യാ, പോയി പെട്ടുപോയതാണ്. എൻ്റെ വീട്ടിൽ വന്ന് കല്യാണം ആലോചിച്ച് എന്നെ അവിടെ കൊണ്ടുപോയതല്ലേ. ഓക്കെ, ഞാൻ ചാറ്റ് ചെയ്തിട്ട് ഇയാൾ വിളിച്ചിട്ട് വന്നതാണെങ്കിൽ നിങ്ങൾ പറയുന്നതിൽ ന്യായമുണ്ട്. ചാറ്റ് ചെയ്തിട്ട് എന്നെ അയാൾ അവിടെ കൊണ്ടുപോയതല്ല. അയാൾ എൻ്റെ വീട്ടിൽ വന്ന് കല്യാണം ഫിക്സ് ചെയ്ത് എൻ്റെ അച്ഛനും അമ്മേനോടും ഓഗസ്റ്റിൽ കല്യാണം നടത്താം എന്ന് വാക്ക് തന്നിട്ട് എൻ്റെ മക്കളുടെ പഠനാവശ്യത്തിന് എന്നെ ഇവിടെ എത്തിച്ചതാണ്, പറഞ്ഞ് പറ്റിച്ചെത്തിച്ചതാണ്. എന്നിട്ട് എന്നെ ഈ കുടീൻ്റെ അകത്ത് ഇട്ടിട്ട് ഞാൻ പിന്നെ അവിടുന്ന് എനിക്ക് എണീക്കാൻ പറ്റിയില്ല. അതിനുശേഷം സത്യം പറഞ്ഞാൽ എനിക്ക് അറ്റ് എനി കോസ്റ്റ് ഇയാൾ എന്നെ സ്വീകരിച്ചേ പറ്റൂ എന്നുള്ളത് എൻ്റെ സ്റ്റാൻഡായിരുന്നു. എന്ത് സംഭവിച്ചാലും എന്ത് സഹിച്ചിട്ടാണെങ്കിലും ഇയാൾ എന്നെ സ്വീകരിച്ചേ പറ്റൂ എന്നുള്ളത് എൻ്റെ നിലപാടായിരുന്നു. കാരണം എൻ്റെ ഗതികേടാണത്. കാരണം എൻ്റെ മക്കളുടെ ജീവനും കൂടി ഇതിൻ്റെ അകത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. എനിക്ക് ഇഷ്ടമായിരുന്നു, എല്ലാന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ കണ്ടത് അയാളെ എൻ്റെ ഹസ്ബൻഡായിട്ട് തന്നെയാണ് ഞാൻ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് അയാൾ എന്ത് പറഞ്ഞാലും എൻ്റെ മക്കൾ എന്നോട് പറയും, അമ്മക്ക് ഒന്നിനും ചോയ്സ് ഇല്ല ഇപ്പൊ. ശരിയാണ്, എനിക്ക് ഒന്നിനും ചോയ്സ് ഉണ്ടായിരുന്നില്ല. ഒരു ഡ്രസ്സ് അല്ലെ എന്ത് സംഗതിയാണെങ്കിലും ഒരു സംഗതി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ഇഷ്ടമാണ്, ഒക്കെ അയാളുടെ ഇഷ്ടമാണ്, ഒക്കെ ചോദിച്ച്. അപ്പൊ എന്നോട് എൻ്റെ മക്കൾ എപ്പോഴും നമുക്ക് എന്താ അമ്മ ഇത്ര കാലം അമ്മ ഒറ്റക്കല്ലേ എല്ലാം ചൂസ് ചെയ്ത്, ഇപ്പൊ എന്തിനാ എല്ലാത്തിനും അമ്മ അങ്കിൾ അങ്ങനെ ആക്കി തീർത്തു എന്നെ അയാള് സെക്കൻഡ് അബോർഷൻ കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര പ്രോബ്ലംസ് ആയിരുന്നു. ബ്ലീഡിങ് സ്റ്റോപ്പ് ആവുന്നുണ്ടായിട്ടില്ല. മെന്റലി ഞാൻ ഇതായിപ്പോയി. അങ്ങനെ എനിക്ക് എൻ്റെ ജോലി വിടേണ്ടി വന്നു. എന്നിട്ട് ഇയാളുടെ താല്പര്യപ്രകാരമാണ് ഞാൻ വീണ്ടും ജോയിൻ ചെയ്യുന്നത്, ഇയാളുടെ നിർബന്ധത്തിൽ. ഈ ആദ്യത്തെ തവണ ഈ റേപ്പ് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞല്ലോ, അത് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഡോക്ടറെ കാണിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ആ ടാബ്ലറ്റ് അത് ഒന്നാമതെന്ന് വെച്ചാല് അത് പീരിയഡ്സ് നിന്നു ആകെ ഒരു 2-3 ഡേയ്സിന്റെ ഗ്യാപ്പേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ രണ്ടാമത്തെ തവണ ഞാൻ അബോർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ ഏകദേശം ഒരു 1.5 മാസത്തോളം പിടിച്ചു നിന്നുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് രണ്ടാമത്തെ തവണ എനിക്ക് തോന്നുന്നു കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എന്നിട്ട് ഈ രണ്ടാമത്തെ തവണ ബ്ലീഡിങ് സ്റ്റോപ്പ് ആവാണ്ടും കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഞാൻ ഇയാളുടെ അടുത്ത് പറഞ്ഞു ഒന്ന് സ്കാൻ ചെയ്യണം എന്നുള്ളതുണ്ട്. അപ്പോൾ ആടെ ഇയാൾ എന്നോട് നീ സ്കാനോ എന്ത് വേണമെന്ന് വെച്ചാൽ ചെയ്തോന്ന്, അതിൻ്റെ മെസ്സേജും ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പം ഞാൻ ഇയാളുടെ അടുത്ത് പറഞ്ഞു ടാബ്ലറ്റ് കഴിച്ച് ബ്ലീഡിങ് സ്റ്റാർട്ട് ആവുന്നത് വരെ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല. ലൈംഗിക വൈകൃതം ഉള്ള ഒരാളായിരുന്നു അയാൾ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആണ്, ഉണ്ട്. നിങ്ങൾ ഇയാൾ വെറും ഒരു ശരീരം മാത്രം വെറും യൂസ് ചെയ്ത് ത്രോ ചെയ്യായിരുന്നു? ആണ്. അതെനിക്ക് മനസ്സിലായിട്ടും ഉണ്ട്. പക്ഷെ എൻ്റെ ഗതികേടുകൊണ്ട് സഹിച്ചത്. ഇനി എന്തിനാണ് നിങ്ങൾ അയാൾക്ക് വേണ്ടിയിട്ട് ഇനി കാത്തിരിക്കുന്നത്? ഇപ്പോഴും നിങ്ങൾ അയാളെ കാത്തിരിക്കുന്നുണ്ടോ? ഞാൻ അയാളെ കാത്തിരിക്കുന്നുണ്ടോന്നല്ല, കാരണം അയാൾ നിങ്ങളെ ചതിച്ചു. എനിക്കറിയാം. അയാൾ നിങ്ങളെ വളരെ വിദഗ്ധമായിട്ട് അയാളെ കയ്യിലുള്ള സമ്പാദ്യവും പണവും അധികാരവും എല്ലാം ഉപയോഗിച്ച് നിങ്ങളെ ശരീരം മാത്രം ഉപയോഗിച്ച് അയാൾ നിങ്ങളെ ചതിച്ചു. ഞാൻ ഇന്നും ഈ കല്യാണം മുടങ്ങിയതോ അല്ലെങ്കിൽ രാഖി തന്നോട് ഇങ്ങനെ ചെയ്തതോ ഒന്നും എൻ്റെ റിലേറ്റീവ്സിനോ നാട്ടുകാർക്കോ അറിയില്ല, ആർക്കും അറിയില്ല. ഞാൻ അത് എങ്ങനെ ഒരാളുടെ അടുത്ത് പറയുന്നു എനിക്കറിയില്ല. അതിന് എൻ്റെ മക്കളെ ഭാവി എന്താവും എനിക്കറിയില്ല. എന്ത് ചെയ്യുന്ന എനിക്കറിയില്ല. ഞാൻ ഇയാളുടെ അച്ഛനമ്മേനെ പോയി കണ്ടു, ചേച്ചിയോട് സംസാരിച്ചു. പക്ഷെ ആരും മനസ്സിലാക്കിയില്ല. ഇത് ശരിക്കും ഒരാളുടെ മാത്രം അനുഭവ കഥയല്ല. ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള സ്ത്രീകൾ നീതി കിട്ടാതെ നമ്മുടെ ഭരണകൂടത്തിൽ നിന്ന് ഈ രീതിയിൽ വഞ്ചിക്കപ്പെടുകയാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് അതല്ല, എന്തിന് പോലീസ് എന്തിനൊരു മാതൃകയായിട്ട് കാണിച്ചു കൊടുക്കും? ഞാൻ കാര്യം ചോദിക്കട്ടെ, എന്ത് എന്നോട് ചെയ്തു? ഇപ്പൊ ഇയാളെ പോലെയുള്ള വേറെ ആൾക്കാർ അവർക്ക് ഒരു മനസ്സിലാക്കി കൊടുക്കലല്ലേ? അതായത് ഇങ്ങനെ ചെയ്ത് ഒരു സിവിൽ സൂട്ട് ഫയൽ ചെയ്ത് പൈസ ഇറക്കി സുപ്രീം കോടതി വരെ എത്തിക്കഴിഞ്ഞാൽ ഫ്രീ ആണ്.
അപ്പൊ ഇനിയും ഇതുപോലുള്ള ആൾക്കാർ പെടുവല്ലേ ചെയ്യാം. പിന്നെ എന്നെ പോലെ ഒരു രണ്ടാമതൊരു ജീവിതം, അതിന്റെ ഒരു ലൈഫ് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാല് ഒരു രണ്ടാമതൊരു ലൈഫിനെ കുറിച്ച് തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഏതൊരു ലേഡീന്റെ മനസ്സിലുണ്ടാവുന്നത് എത്ര എത്ര റോളർ കോസ്റ്റർ ചെയ്തിട്ടായിരിക്കും നമ്മൾ അങ്ങനെ ഒരു ഡിസിഷനിൽ എത്തുന്നുണ്ടാവും. അവിടുന്ന് ഒരു ഹാർഡ് ഫോൾ വരുമ്പോ എങ്ങനെയാ അതിനെ നമ്മൾ ഓവർകം ചെയ്യാം? ഇയാൾ സെക്ഷൽ വൈകൃതമുള്ള ഒരാളായിരുന്നു. ആണ്. എന്തൊക്കെയായിരുന്നു? ഇയാള് വല്ലാണ്ട് സെക്ഷൽ വൈകൃതമുള്ള ആളാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പറയുന്നതിന് ഡ്രഗ്സോ അങ്ങനെ നിർബന്ധിച്ച് ഡ്രിങ്ക്സ് കഴിപ്പിക്കുമായിരുന്നു, സിഗരറ്റ് സ്മോക്ക് ചെയ്യിപ്പിക്കുമായിരുന്നു. അത് കൂടാണ്ട് കഞ്ചാവ് വലിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എന്നെ ഫോഴ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ ചെയ്തിട്ടില്ല. കണ്ടിട്ടുണ്ട്, ആളുടെ കയ്യിൽ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഇതൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്നാണ് കിട്ടുന്നത്, അതൊക്കെ സുലഭമാണ് എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ടായിരുന്നു ലൈംഗികപരമായിട്ട്? നോട്ട് എവറി ടൈം, ബട്ട് അങ്ങനെയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ അയാൾ ചെയ്തിട്ടുണ്ട്. ശാരീരിക ഉപദ്രവം ചെയ്തിട്ടുണ്ട്, 1-2 തവണ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അയാൾ ഭയങ്കര ഒരു ടൈപ്പ് ഓഫ് മാനിപ്പുലേറ്റിംഗ് കൈൻഡ് ഓഫ് പേഴ്സൺ ആണ്. അപ്പം ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അയാൾ വളരെയധികം പെട്ടെന്ന് നമ്മളെ കയ്യിലാക്കും. അത് എന്താ പറയുക, നമ്മളതിനകത്ത് വീണു പോവും. ഇപ്പം നിങ്ങൾ എന്നോട് ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾ വീണ്ടും വീണ്ടും, അയാൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. അയാൾ നമ്മളെ അയാളുടെ കൈപ്പത്തിനുള്ളിൽ ആക്കും. അത് എങ്ങനെ ആയിക്കഴിഞ്ഞാലും അത് ചിലപ്പം കരഞ്ഞിട്ടായിരിക്കാം. അങ്ങനെ ഒരു പേഴ്സൺ ആണ് അയാൾ. അപ്പം നിങ്ങളിപ്പോൾ അയാളുടെ അടുത്ത് ഇപ്പം നിങ്ങൾ പോയി കണ്ട് സംസാരിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല അയാൾ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഒരു പേഴ്സൺ ആണെന്ന്. ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആണ്. ഇപ്പം എൻ്റെ വീട്ടിൽ വന്ന് അച്ഛനമ്മേനെ കണ്ടപ്പോൾ അച്ഛനമ്മക്കൊക്കെ അത്രയ്ക്ക് ഇയാളെ ബോധിച്ചു. കാരണം അത്രയും ആ ഒരു ഇതുകൊണ്ട് അത്രയും അയാൾക്ക് ആ കഴിവുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാക്കിൻ ഈസ് എ സൂപ്പർ ബിസിനസ് മാൻ എന്ന് എനിക്ക് പറയും. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, അയാൾ ഒരുപാട് ബിസിനസ്സുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അയാൾക്ക് ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ്സാണ് അയാൾ ദുബായിൽ ചെയ്തുകൊണ്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ അയാൾ പല മെഡിസിൻസും എനിക്ക് തന്നിട്ടുണ്ട്. അത് കൂട്ടത്തിൽ ഇപ്പോൾ ഈ അബോർഷൻ്റെ ടാബ്ലറ്റൊക്കെ അയാൾ തന്നെ തന്നതാണ്. അയാൾക്ക് നല്ല അറിവാണ് എല്ലാം കൊണ്ടും. ഹീസ് എ ലോയർ, ലോ പഠിച്ച ആളാണ്. അപ്പം എല്ലാം കൊണ്ടും എനിക്ക് പുറത്ത് കിടക്കാൻ പറ്റാത്ത ഒരു ചുറ്റുപാടിൽ ഞാൻ ബിസിനസ്മാൻ ആയിട്ടുള്ള ലോ പഠിച്ചിട്ടുള്ള ഒരാള് എങ്ങനെ വളരെ ഭംഗിയായിട്ട് ഒരു സ്ത്രീയെ ഉപയോഗിക്കാം, എന്നിട്ട് വലിച്ചെറിയാം. അതുകൂടാതെ അയാൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, പോലീസ് ഇയാളെ തൊടില്ല, പോലീസ് ഇയാളുടെ പൈസയുടെ മുന്നിൽ വാലാട്ടി നിൽക്കും. അത് തന്നെയാണ് ഞാനിപ്പോൾ കണ്ടതും. ഇപ്പം മാഹിൻ എന്ന് പറയുന്ന പോലീസുകാരനും എന്നോട് പറഞ്ഞത് എന്താണ്, അതായത് മാഡം അയാൾക്ക് ഒരുപാട് ഹോൾഡ് ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ മാഹിൻ എന്നോട് പറഞ്ഞൊരു ഡയലോഗുണ്ട്, പണമുള്ളവൻ സുപ്രീം കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ അവന് ജാമ്യം കിട്ടും. അതാണ് ഇവിടുത്തെ നീതിപീഠം. ഒരു പോലീസ് അങ്ങനെ പറയുമ്പം ഞാൻ പിന്നെ അതിൽ കൂടുതൽ ഞാൻ എന്താ ചെയ്യുക. ഷൈജ എന്ന് പറയുന്ന സബ് ഇൻസ്പെക്ടർ അവരെന്നോട് പറഞ്ഞു, അയാൾ സുപ്രീം കോടതിയിൽ ഈ ഹൈക്കോടതി മാത്രമേ ഉള്ളൂ, അതിൻ്റെ മേലെ അയാൾക്ക് കോടതി ഇല്ലേന്ന്. അതുകൂടാതെ രാക്കിന്ദിന് ജാമ്യം കിട്ടും സുപ്രീം കോടതിയിൽ നിന്ന് ഉറച്ചു പറഞ്ഞൊരു വ്യക്തി ഷൈജ മാഡാണ്. ഷൈജ എന്ന് പറയുന്ന സബ് ഇൻസ്പെക്ടർ എന്നോട് പറഞ്ഞു അയാൾക്ക് സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുന്നു. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങളിനി എന്ത് ചെയ്യും? അതെനിക്കറിയില്ല. പിന്നെ ഒരുപാട് തവണ രാക്കിന്ദ് വേറൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. രാക്കിന്ദ് എവറി ടൈം, അതായത് എന്നെ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി രാക്കിന്ദ് ഒരുപാട് പ്രേരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നാശം, നിനക്ക് പോയി ചത്തൂടെ. അപ്പോൾ ഞാൻ എപ്പോഴും പറയും അയാളടുത്ത്, ഞാൻ ചത്തു തരാം, എന്നാൽ നിങ്ങളുടെ പ്രശ്നം തീരുമല്ലോ എന്ന്. അയാൾ ഒരുപാട് തവണ എന്നെ അതിനെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇയാൾ ഇതിന് ആദ്യം തന്നെ ഇതിന് താല്പര്യമില്ല, അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അങ്ങനെ ആദ്യമായിട്ടുള്ള ഈ ലൈംഗിക സെക്ഷൽ ചെയ്തതിന് ശേഷം, സെക്ഷൽ ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം അയാളത് പറഞ്ഞില്ലേ? ഇല്ല,
അന്നേരം അയാളത് പറഞ്ഞില്ല. അന്നേരം അയാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിക്കാം, ഇനി 3 മാസമല്ലേ ഉള്ളൂ കല്യാണത്തിന് എന്നുള്ളത് പറഞ്ഞിട്ടാണ് അയാൾ എന്നെ വീണ്ടും വീണ്ടും അവിടെ എത്തിച്ചത്. പക്ഷെ ഇവിടെ നിങ്ങൾ ചെയ്തൊരു തെറ്റല്ലേ? അയാൾ കല്യാണം തുടരെ നീട്ടി വെക്കുന്നു. വീണ്ടും വീണ്ടും അയാളുടെ കൂടെ നിങ്ങൾ താമസിക്കുന്നു, അയാളുമായിട്ട് സെക്ഷൽ ബന്ധത്തിൽ ഏർപ്പെടുന്നു. അയാൾ ആദ്യത്തെ തവണ എന്നെ റേപ്പ് ചെയ്തു. ജൂലൈയിൽ ഞാൻ പ്രഗ്നൻ്റ് ആയി എബോഷനും കൂടി കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ മുന്നിൽ എന്താ, ആദ്യത്തെ തവണ റേപ്പ് ചെയ്തപ്പോൾ തന്നെ ഞാൻ കരുതിയത് ഇനി എൻ്റെ മുന്നിൽ എന്താ വഴിയെന്നാണ്. എബോഷനും കൂടി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താ ചെയ്യുക? ഞാൻ എങ്ങനെ എൻ്റെ അച്ഛനമ്മയുടെ അടുത്ത് പറയും? ഇല്ല, അമ്മയുടെ അടുത്ത് ഞാൻ പറയുന്നത് ആ ഡിസംബറിൽ കേസ് കംപ്ലൈൻറ്റ് കൊടുത്തല്ലോ, ആ സമയത്താണ് അമ്മയുടെ അടുത്ത് മാത്രം പറയുന്നത്. അച്ഛൻ അറിയുന്നത്, അച്ഛനും എൻ്റെ മക്കളും അറിയുന്നത് ഈ മാർച്ചിലാണ്, ഈ ഫെബ്രുവരി മാർച്ച് ആ സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ എൻ്റെ അച്ഛനും എൻ്റെ മക്കളും ഇവിടെ എറണാകുളം നിങ്ങൾക്ക് അയാളുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ? മാത്രമേ ബന്ധമുള്ളൂ. ഇപ്പൊ ഇവിടെ ആരോടെയാ താമസിക്കുന്നത് എന്താണെന്ന് അവർ ചോദിക്കാറില്ലേ? അച്ഛനും അമ്മയും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇയാൾ എന്നോട് പറയും കമ്പനിയിലുള്ള ട്രെയിനിങ്. പക്ഷേ ഞാൻ ഈ കമ്പനിയിൽ ഞാൻ പണ്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളപ്പം വീട്ടിൽ നിന്ന് ഇവിടെ വന്ന് താമസിച്ചത് കമ്പനിയിലെ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടാണ്. ഇയാളുടെ കൂടെയാണെന്നല്ല? അല്ല, ഇയാൾ കാണാൻ വരും, പിക്ക് ചെയ്യാറുണ്ട്, അതൊക്കെ അറിയാം. പക്ഷേങ്കിൽ കൂടെയല്ല താമസിക്കുന്നതാണ് പറഞ്ഞുകൊണ്ടുണ്ടായത്. മക്കൾക്ക് അത് അറിയാമായിരുന്നു, കൂടെയാണ് താമസിക്കുന്നതെന്ന് മക്കൾക്ക് അറിയാമായിരുന്നു. കാരണം ഞങ്ങൾ നല്ല ക്ലോസ് ഫ്രണ്ട്സിനെ പോലെയാണ് ഞങ്ങൾ.